السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وزد وبارك على حبيبك سيدنا ومولانا وشفيعنا محمد وعلى آله وصحابه وأهل بيته وأزواجه وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري إن الساعة آتية أكاد أخفيها لتجزى كل نفس بما تسعى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിവും മഅരിഫത്തും തഖ്വയും ഈമാനും അല്ലാഹു നമുക്ക് എന്നും വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹുവിൻ്റെ ഹിഫ്ളിലും സംരക്ഷണത്തിലും നമ്മളെയും മക്കളെയും കുടുംബത്തെയും നമ്മുടെ സഹോദര സഹോദരിമാരെയും വിദ്യാർത്ഥിനികളെയും ഉമ്മത്തിനെ മുഴുവനും അല്ലാഹു അവൻ്റെ റിആയത്തിലാക്കി അല്ലാഹു സംരക്ഷിക്കട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ കാഞ്ഞങ്ങാട് കല്ലൂരാവി ഭാഗത്തുള്ള ജുബൈറുണ്ട്, അബുദാബിയിൽ ജോലി ചെയ്യുന്ന മുസഫേർ ജുബൈറിൻ്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. അല്ലാഹു മറിയം എന്ന് പറയുന്ന അവരുടെ ഉമ്മക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ പായസം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് ബഷീർ കെയുടെ വകയാണ്. നമ്മുടെ ഒയാസിസ് കാർവാഷ് കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി മരണപ്പെട്ടു പോയ ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ തന്നെ എളാമക്കും സഹോദരിക്കുമൊക്കെ പല ആളുകൾക്കും നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അല്ലാഹു ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ പറയുന്ന അല്ലാഹുവിൻ്റെ നുബുവത്ത് കൊടുക്കണം എന്ന് മൂസ നബി അലൈഹിസ്സലാം ഹുവ അഫ്സഹു മിന്നി, എന്നെക്കാളും ഹീ ഈസ് മോർ എലോക്വൻറ്റ് ദാൻ മീ, എന്നെക്കാളും സ്പഷ്ടമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ഹാറൂൻ, എൻ്റെ ജ്യേഷ്ഠൻ. അതുകൊണ്ട് ഹാറൂൻ എന്നവർക്ക് നുബുവത്ത് കൊടുക്കണമേ എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിൽ വളരുമ്പോൾ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ നബിയായി വരാൻ പോകുന്ന ആളാണെന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ അങ്ങനെയാണ് അള്ളാഹു തആല തീരുമാനിച്ചതും. കൊട്ടാരത്തിൽ തന്നെ വളരണം, എന്നിട്ട് ഫറോവയെ നേർവഴിയിലേക്ക് നടത്തണം, അല്ലെങ്കിൽ അവനെ ഉപദേശിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ നടക്കുന്ന ഈ സമയത്ത് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ശരിയാവില്ല എന്ന് ഫറോവയുടെ മനസ്സിൽ വന്ന ഒരു അനുഭവമുണ്ട്. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ ഫറോവയോട് പറഞ്ഞു, ഈ കുട്ടി ഒന്നും തിരിയാത്ത കുട്ടിയല്ലേ, ആ കുട്ടിയെ എന്തിനാണ് നിങ്ങളിങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തീക്കനൽ വെച്ചു കൊടുത്തു പാത്രത്തിൽ. അത് മൂസ നബി അലൈഹിസ്സലാം വായിലേക്കിട്ടു, വായ പൊള്ളി. ആസിയ ബീവി പറഞ്ഞു, നോക്കണേ, ഈ തീക്കനലിൻ്റെ ഇത് ഇത്രയും ഗൗരവമുള്ള അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന സാധനമാണ് എന്നുപോലും അറിയാത്തൊരു കുട്ടിയെ നിങ്ങൾ കൊല്ലുകയാണോ? ഈ കുട്ടി നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ആസിയ ബീവി ചെയ്തൊരു ഹിക്മത്താണ്.
അതിൻ്റെ പേരിൽ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ നാവിന് മുറിവായിട്ടുണ്ട്. അതുകൊണ്ട് സംസാരത്തിന് പ്രയാസമുണ്ടായിട്ടുണ്ട്. മൂസ നബിക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ അസലിയായ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം അള്ളാഹു മൂസ നബിക്കുണ്ടായ ഈ അനുഭവത്തിൻ്റെ പേരിലാണ് നൽകുന്നത്. അതതിൻ്റെ ഒരു കാരണമാണ് എന്ന് മഹാന്മാർ തഫ്സീർ ചെയ്തപ്പോൾ വിവരിച്ചത് കാണാൻ കഴിയും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മുടെ അമൽ എങ്ങനെയാണോ ആ അമലിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുക എന്നാണ്. അപ്പോൾ സംസാരവുമായി ബന്ധപ്പെട്ട ഒരു ചാലഞ്ച് മൂസ നബി അലൈഹിസ്സലാമിനുണ്ട്. അതുകൊണ്ട് അള്ളാഹു റബ്ബിൻ്റെ കലാം കേൾപ്പിച്ചു കൊടുത്തു. മഹാനവറുകൾ വളരെ സത്യസന്ധനായിരുന്നു സയ്യിദുന മൂസ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ കുട്ടികളോട് എന്താ പറഞ്ഞത്? തീ കണ്ടപ്പോൾ ഫഖാല ലി അഹ്ലിഹിം കുസു ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ലഅല്ലി മേബി ഐ ക്യാൻ ബ്രിങ് യു സം ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരൽപ്പം വെളിച്ചം കൊണ്ടുവന്നേക്കാം. എന്തല്ല പറഞ്ഞത്? ഞാൻ വെളിച്ചം കൊണ്ടുവരും എന്നൊരു കൺഫർമേഷൻ അവിടെ കൊടുക്കണില്ല. കാരണം ആ ചെന്ന് നോക്കാൻ പോകുന്നത് തീയാണോ വെളിച്ചമാണോ എന്നറിയില്ല. മൂസ നബിക്ക് ദൂരെ നിന്ന് കാണുന്നത് തീയായിട്ടാണ്. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം തീർച്ചയായും ഞാനൊരു നിങ്ങൾക്ക് തീ കായാനുള്ള കനൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് വരും. മൂസ നബി കൊണ്ടുവരാൻ പറ്റാതായി പോകും. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ലഅല്ലി ആതീകും, ഞാൻ പരിശ്രമിക്കാം, ഒരു പക്ഷേ അത് തീയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾക്ക് തരാം. അള്ളാഹുവിൻ്റെ വചനങ്ങളാണിത്. അതുകൊണ്ട് ആ വാക്കുകൾ വളരെ വളരെ സൂക്ഷ്മതയുള്ള വാക്കുകളാണ്. ലഅല്ലി ആതീകും, കൊണ്ടുവരാൻ കഴിയാത്തൊരു സാധനം കൊണ്ടുവരും എന്ന് പറയുന്നത് നുണയാണ്. മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ അതൊരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം അതിനുള്ളൊരവസരം പോലും അവിടെ മാറ്റിവെച്ചുകൊണ്ടാണ് ലഅല്ലി ആതീകും എന്ന് പറയാൻ കാരണം. ലഅല്ലി ലഅല്ലി എന്ന് പറഞ്ഞാൽ മേ ബി, ആവാം, ആയിരിക്കാം, ഉറപ്പില്ല. ഇവർ ഒരു സ്മോക്ക് കാണുന്നു, ലഅല്ലഹു നാർ, അതൊരു പക്ഷേ തീ ആയിരിക്കാം, നമുക്കറിയില്ല. ലഅല്ല ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദ. അത്രയും മഹാനായ മൂസ അലൈഹിസ്സലാം നാവുകൊണ്ട് സൂക്ഷ്മത പാലിച്ചിരുന്ന നബിയായിരുന്നു. മഹാനവറുകൾക്ക് സംസാരത്തിന് പ്രയാസമുണ്ട്, പക്ഷേ മഹാനവറുകൾ ഒരു നിലക്കും ഒരു കളവിനുള്ളൊരവസരം മൂസ നബി അലൈഹിസ്സലാം കളവ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുപോലും മഹാനവറുകൾ പറഞ്ഞില്ല എന്നാ സയ്യിദുന മൂസ അലൈഹിസ്സലാം. ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ വഅന ഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ. ഞാൻ അങ്ങയെ തെരഞ്ഞെടുത്തിരിക്കുന്നു മൂസ നബിയെ. ഫസ്തമിഅ ലിമാ യൂഹാ, അങ്ങേക്ക് വഹി നൽകപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്തമിഅ ലിമാ യൂഹാ, അങ്ങേക്ക് ഇനി വഹി നൽകപ്പെടുകയാണ്. അത് അള്ളാഹുവിൻ്റെ സംസാരമാണെന്ന് മൂസ നബിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ചെവിയിലൂടെ മാത്രമല്ല മൂസ അലൈഹിസ്സലാം ഇത് കേട്ടത്. മൂസ അലൈഹിസ്സലാം കേൾക്കുന്നത് സൈഡിൽ നിന്നും താഴെ നിന്നും ബാക്കിൽ നിന്നും മേലെ നിന്നും ഒക്കെ മഹാനവറുകൾ കേൾക്കുകയാണ്. ഇപ്പം നമ്മളൊരു ശബ്ദത്തിൻ്റെ ദിശയിലേക്ക് നിന്നാലേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഇപ്പം സ്പീക്കർ ഇവിടുന്ന് ബാക്കോട്ട് തിരിച്ചു വെച്ചാൽ നമ്മൾ പറയും ഇവിടെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറയും, അല്ലേ? വോളിയം കുറവാണെന്ന് പറയും. സയ്യിദുന മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കലാം കേട്ടത് ഒരു മനുഷ്യൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ശബ്ദം പോലെയല്ല, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. ചെവി കൊണ്ട് മാത്രമല്ല എന്ന കഅന്ന ജിസ്മഹു കുല്ലുഹു ഉദൻ, ശരീരം മുഴുവനും ചെവിയായി മാറിയതുപോലെ രോമകൂപങ്ങളിലൂടെ കേട്ടു എന്നാണ്. ശരീരത്തിൽ ഒന്നാകെയാണ് മൂസ നബി അലൈഹിസ്സലാം. അങ്ങനെ ഒരു ശബ്ദം ലൈസ കലാമു മഖ്ലൂഖിൻ, സൃഷ്ടിക്കപ്പെട്ട പടച്ചവനല്ലാത്ത ഒരു വസ്തുവിൻ്റെയും സംസാരം അങ്ങനെ ഉണ്ടാവില്ലെന്ന് ബുദ്ധിമാനായ മൂസ അലൈഹിസ്സലാം മനസ്സിലാക്കുകയാണ്. ശബ്ദമാണെങ്കിൽ അതിനൊരു ഡയറക്ഷൻ ഉണ്ടാകും, ശബ്ദത്തിൻ്റെ വരുന്നൊരു ഗതിയുണ്ടാകും. ആ വഴിയിലൂടെ മാത്രമേ അത് കൃത്യമായി കേൾക്കാൻ കഴിയൂ. മൂസ അലൈഹിസ്സലാം വൃക്ഷത്തിൻ്റെ മുമ്പിലാണ്, പക്ഷേ ആ സംസാരം കേൾക്കുന്നത് ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും മേലെയും താഴെയുമുള്ള പോലെ ശരീരം ഒന്നാകെയാണ്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം ഉറപ്പിച്ചു ഇത് അള്ളാഹു തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ സംസാരവും അവിടെ വന്നു. ഇന്നി അന റബ്ബുക്, ഞാൻ അങ്ങയുടെ രക്ഷിതാവാണ്. ഇന്നനി അനല്ലാഹ്, ഞാൻ അള്ളാഹുവാണ്. ആ സമയം മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ് ഫസ്തമിഅ ലിമാ യൂഹാ, ഇനി അങ്ങേക്ക് വഹി നൽകപ്പെടുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്തമിഅ ലിമാ യൂഹാ, ഇസ്തമഅ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നാണ്. പറയുന്ന ആൾ പറയുന്നത് എന്തോ ആയിക്കോട്ടെ,
അതൊരു പക്ഷേ കേൾക്കാനും കേൾപ്പിക്കാനും ആവാം, അല്ലാതിരിക്കാം. പക്ഷെ നമുക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. അതാണ് ഇസ്തമഅ. പറയുന്ന മനഃപൂർവ്വം കേൾക്കണമെന്ന് ആവേശത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ, ആ ഒരു പ്ലാനോടുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴാണ് തസമ്മഅ എന്ന് പറയുക. തസമ്മയും ഇസ്തമയും വ്യത്യാസമുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. കാരണം അങ്ങ് ടെൻഷൻ അടിക്കരുത്, ബേജാറാവണ്ട, അങ്ങ് പരിഭ്രാന്തിയിലായി പോകരുത്. ഞാൻ പറയാം, ശ്രദ്ധിക്കുക, മറ്റു അവസ്ഥകളിലേക്കൊന്നും പോകരുത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാം മറ്റു കൈകാലുകൾ അനങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണ് താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് മഹാനവറുകൾ ശ്രദ്ധിച്ചു കേട്ടു. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ണ് താഴ്ത്തിപ്പിടിച്ചു എന്നാണ്. നിസ്കാരത്തിൽ കണ്ണ് ചിമ്മാൻ പാടില്ല എന്നാണ്. നിസ്കാരത്തിൽ കണ്ണ് സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്, മേലോട്ട് നോക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഓപ്പൺ എയറിലൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെ നോക്കിപ്പോയി അങ്ങനെ നോക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെ ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ മേലോട്ട് നോക്കിയത് കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, അവരുടെ കണ്ണുകൾ അല്ലാഹു പിഴുതുകൊണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. മാ ബാലു അഖ്വാമിൻ, എന്താ ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ അങ്ങനെ മേലോട്ട് നോക്കുന്നത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതിൻ്റെ അദബ് താഴേക്ക് നോക്കല. നമ്മൾ എവിടെയാണോ സുജൂദ് ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ ഒരു അദബാണ്. ആ അദബ് പാലിച്ചാൽ ഒരുപാട് അനാവശ്യമായ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈ എമിറേറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരസ്യം ഉണ്ടാകും അവിടെ. ആ പരസ്യം നമ്മൾ കാണുക, അപ്പോഴേക്കും മൈൻഡ് പോയി സുജൂദിൻ്റെ ഭാഗത്തേക്ക്. ഖുശൂഅ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? വഖിമി സ്വലാത്ത ലിദിക്രി, നമ്മൾ അവിടെയാണ്. എങ്ങനെ നിസ്കാരത്തിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വഴി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഫസ്തമിഅ ലിമാ യൂഹ മൻ തസമ്മഅ ലിൽ ഖൈന സബ്ബല്ലാഹു ഫി ഉദുനിഹി അൽ ആനഖ് എന്ന് റസൂലുള്ളാഹി മറ്റുള്ളവരെ കേൾക്കുന്നു. അത് ഒരാൾ ശ്രദ്ധിച്ചു കേട്ടാൽ തസമ്മഅ, കേൾക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ. കാരണം സമിഅ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടുപോകും. ഒരാൾ പാട്ട് വെച്ച ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു, ഒരു ഫംഗ്ഷന് ചെന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയിലാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഷോപ്പിലാണ്, നമ്മൾ മോളിലാണ്, അവിടെയൊക്കെ മ്യൂസിക്കും പലതും വെക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. കേൾക്കൽ എല്ലാവരും കേൾക്കും, അതിന് കുറ്റമില്ല. പക്ഷെ നിങ്ങൾ മനഃപൂർവ്വം അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, അള്ളാഹു അവരുടെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കും എന്നാണ് ഹദീസിൻ്റെ സാരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസമ്മഅ ചെയ്യാൻ പാടില്ല, അതായത് അത് തന്നെ കേൾക്കണം എന്നതിൽ ശ്രദ്ധിച്ച് കേൾക്കുക, അതിലേക്ക് മനസ്സ് കൊടുക്കുക എന്നല്ലാതെ അവിടെ എന്തോ നടന്നോട്ടെ ഞാനതിന് പോയതല്ല, നമ്മൾ എത്തിപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെ മനസ്സിലേക്ക് എടുക്കാതിരുന്നാൽ കുറ്റമുണ്ടാവില്ല എന്നാണ്. ചിലൊക്കെ ചെന്നപ്പെടും, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. നമുക്ക് ഒരിക്കലും ആഗ്രഹമില്ല ഒരു ഫംഗ്ഷന് കല്യാണത്തിൽ ചെന്ന് പെട്ടുപോയത്, എണീറ്റ് ഓടിയാൽ അവിടെ അത് അവർക്ക് ഡിസ്റെസ്പെക്ട്ഫുള്ളായി പോകും, അല്ലെങ്കിൽ വിഷമായി പോകും, കുടുങ്ങി നിൽക്കേണ്ട അവസ്ഥകൾ വരും. നമ്മുടെ ഖൽബിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അവിടെ തസമ്മുഅ ചെയ്യാൻ പാടില്ല. ഫസ്സമിഅ ലിമാ യൂഹ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, ഞാൻ അല്ലാഹുവാണ്. അല്ലാഹു എന്ന് പറയുന്നത് ആരാധിക്കപ്പെടുന്നവനാണ്. ആരാധിക്കപ്പെടുന്നവന് ആദ്യം കിട്ടേണ്ട, ആദ്യം നമ്മൾ അല്ലാഹുവിന് ചെയ്യുന്ന അമൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു നമ്മുടെ പടച്ചവനായ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളത് എന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കലും നാവുകൊണ്ട് വെളിവാക്കി പറയലും അംഗീകരിക്കലുമാണ്. അതുകൊണ്ട് ആദ്യം അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യം അല്ലാഹു ഉരുവിട്ടത് അല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലാ അന. എന്നിട്ട് അടുത്ത ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊരു വിഷയം ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ നമുക്കൊരു പക്ഷേ ഫോൺ ചെയ്തിട്ട് പറയാം, അതൊരു ഇൻഫർമേഷനാണ്. കല്യാണത്തിന് വരണം കേട്ടോ, മോൻ്റെ കല്യാണമുണ്ട്, മോളെ കല്യാണമുണ്ട്, ഫോൺ ചെയ്ത് സംസാരിക്കാം. നിങ്ങൾ നേരിട്ട് പോയി ഒരാളെ വിളിക്കുന്നു, അത് നിങ്ങൾ അവരോട് കാണിക്കുന്ന ബഹുമാനമാണ്. സമയം സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ ആ ആളിനെ ബഹുമാനിച്ചു എന്നതിൻ്റെ അടയാളമാണ് നേരിട്ട് ചെന്ന് കാണുക എന്ന് പറയുന്നത്. സകാത്തും സൗമും ഹജ്ജും, ഈ മൂന്ന് ഇസ്ലാമിൻ്റെ മൂന്ന് റുക്കുനുകളും വഹ്യാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ ജനങ്ങളോട് പറയണം നിസ്കരിക്കണം, ജനങ്ങളോട് പറയണം റമളാൻ നോമ്പെടുക്കണം, കഴിയുന്നവർ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ നിസ്കാരത്തിൻ്റെ വിഷയം എന്ത് ചെയ്തു?
മുത്തുനബിയെ അള്ളാഹു റബ്ബിൻ്റെ ഹദ്റത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തികൾക്ക് എൻ്റെ വക ഞാനൊരു സമ്മാനം നൽകുന്നുണ്ട്. എന്തിന്? അവർ സന്തോഷിക്കാനും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാനും. ഇത് 5 നേരത്തെ നിസ്കാരം അങ്ങേക്ക് ഞാൻ നൽകുകയാണ്. അത് അവിടെ വിളിച്ചു കൊണ്ടുപോയി കൊടുത്തതാണ്. ഭൂമിയിലേക്ക് ഇറങ്ങിയ വഹിയല്ല നിസ്കാരം നിർബന്ധമാവുക എന്നത്. അത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ അത് മാത്രം മതി എന്നാണ്. അത് കൊടുത്തത് നേരിട്ട് വിളിച്ചുകൊണ്ടാണ്, 1 to 1 ഫേസ് ടു ഫേസ് ആയിട്ട് കൊടുത്തതാണ്. അല്ലാഹു ജല്ല ജലാലു അഖിമിസ് സ്വലാത്ത ലിദിക്രി, ലിദിക്രി എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി. ദിക്റിൻ്റെ 4 മഅനകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞ സമയം കൃത്യമായി ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രമായിട്ട് ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചെയ്ത നന്മക്ക് അള്ളാഹുവിന് ശുക്റായിട്ട് നിസ്കരിക്കാൻ. ഇങ്ങനെയൊക്കെ നമ്മളതിൻ്റെ മഅനകൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി, ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹുവിനെ ഓർമ്മ വന്ന സമയം നിങ്ങൾ നിസ്കരിച്ചേ പറ്റൂ. നിങ്ങൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. മറന്നുപോയാൽ എന്നാൽ അത് തീർന്നു എന്ന് വിചാരിക്കരുത്. എപ്പോഴാണോ നിങ്ങൾ ഓർക്കുന്നത് ആ സമയം നിങ്ങൾ നിസ്കരിക്കണം എന്ന മഅനയും വഅഖിമിസ് സ്വലാത്ത ലിദിക്രി എന്ന ആയത്തിനുണ്ട്. മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അൽ മുറാദു ഇദാ നസീത് ഫതദക്കർത ഫസല്ലി. നിങ്ങൾ മറന്നുപോയി, നിസ്കാരം തിരക്കിലായിപ്പോയി, അങ്ങനെയാണെങ്കിൽ ഓർമ്മ വന്നാൽ ഉടനെ നിസ്കരിക്കണം. ഫലിസൊല്ലിഹ ഇദാ ദഖറഹ എന്ന ഹദീസുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ഓർക്കുന്നത്, ഓർമ്മ വന്നത്, അപ്പോൾ നിസ്കരിക്കണം. അതായത് ലാ തുസ്ഖിത് സ്വലാത്ത ബിൻ നിസ്യാൻ, മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, നിസ്കാരം ഒഴിവാക്കി കളയരുത്. അത് ഹദീസാണ്. റവാ മാലിക്കുൻ വഗൈറുഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇമാം മാലിക് എന്നവർ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ, നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഒരാൾ ഉറങ്ങിപ്പോയി, ഔ നസിയഹ അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയം മറന്നുപോയി, ഫൽയുസല്ലിഹ ഇദാ ദഖറഹ എപ്പോഴാണോ ഓർമ്മ വരുന്നത് അന്നേരം നിസ്കരിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, കാരണം അല്ലാഹു പറഞ്ഞുവല്ലോ, അഖിമിസ് സ്വലാത്ത ലിദിക്രി. തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ നിസ്കാരം ഓർമ്മ വരുമ്പോൾ നിങ്ങൾ നിസ്കരിക്കണം എന്നല്ലേ അള്ളാഹു പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ചോദിക്കപ്പെട്ടു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുലി യർഖുദു അനിസ് സ്വലാ, നിസ്കരിക്കാൻ മറന്നുപോയി ഉറങ്ങിപ്പോകുന്ന ആളുകളെ സംബന്ധിച്ച് തങ്ങളോട് ചോദിച്ചു, നബിയെ വയഗ്ഫുലു അൻഹാ, ഉറക്കത്തിൽ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ ലോങ് ജേണി കഴിഞ്ഞ് വന്നപ്പോൾ ടൈമിങ് മാറ്റം ഉണ്ടാവും. എല്ലാവരൊക്കെ ഞങ്ങൾക്ക് ഭൂഖണ്ഡത്തിൽ നിന്ന് ഭൂഖണ്ഡത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ സമയം മാറും. പകലുള്ള സമയത്ത് നമ്മുടെ ബോഡി ക്ലോക്ക് സെറ്റാവാൻ സമയമെടുക്കും. നമ്മൾ ചില കൺട്രീസിലൊക്കെ പോയി വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, ഉറക്കൊന്നും ഇല്ല എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ കടന്നു പോയാൽ നമ്മുടെ ബോഡിക്കൊരു ക്ലോക്ക് അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ ക്ലോക്ക് സമയവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി പോവും. വല്ലാണ്ടങ്ങ് ബോധമില്ലാണ്ട് ഉറങ്ങിപ്പോകുമെന്നൊക്കെ പറയില്ലേ. ഞാനിപ്പോൾ എവിടെയെന്നൊക്കെ ചോദിക്കും. നേരം വെളുത്തിരിക്കും, പാതിരാക്ക് തോന്നും നേരം വെളുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഖാല, നബി തങ്ങൾ മറുപടി പറഞ്ഞു, കഫാറത്തുഹാ, നിസ്കരിക്കാൻ മറന്നുപോയി ഉറങ്ങിപ്പോയാൽ അതിൻ്റെ പ്രായശ്ചിത്തം അയ്യുസല്ലിഹ ഇദാ ദഖറഹ, എപ്പോഴാണോ നിസ്കാരം ഓർമ്മ വരുന്നത്, എപ്പോഴാണോ ഉണരുന്നത്, എപ്പോഴാണ് ഓർക്കുന്നത്, അപ്പോൾ നിസ്കരിക്കണമെന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ നസിയ സ്വലാത്തൻ, ഒരാൾ നിസ്കാരം മറന്നുപോയാൽ ഫവഖ്തുഹ, ആ നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഇദാ ദഖറഹ, അത് ഓർക്കുമ്പോൾ തന്നെയാണ്. എപ്പോഴാണോ ഓർമ്മ വരുന്നത് അപ്പോൾ പോയിട്ട് നിസ്കരിക്കുക. ഫൽയുസല്ലിഹ അലാ ദിക്രി, ഈ ഹദീസുകളെല്ലാം ഫൽയുസല്ലിഹ ഇദാ ദഖറഹ. ഞാൻ ഈ വായിക്കുന്നത് തഫ്സീർ ഖുർത്തുബിയാണ്. ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീറാണ് പറയുന്നത് കേട്ടോ. ഫൽയുസല്ലിഹ ഇദാ ദഖറഹ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് എപ്പോഴാണോ ഓർമ്മ വരുന്നത് അന്നേരം നിസ്കരിക്കണം എന്ന് പറഞ്ഞത് ദലീലുൻ, അത് തെളിവാണ്, അലാ വുജൂബിൽ ഖളാഇ അലൻ നാഇമി വൽ ഗാഫിൽ, മറന്നുപോയി അശ്രദ്ധമായി ജീവിക്കുന്ന ആളുകൾ, നിസ്കാരത്തിൻ്റെ കാര്യമേ ഓർമ്മയില്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയ ആളുകൾ, അല്ലെങ്കിൽ മറന്നുപോയ ആളുകൾ, അത്തരം ആളുകൾ വുജൂബിൽ ഖളാഇ, നിസ്കാരം ഖളാ വീട്ടണം എന്ന് നിർബന്ധമാണ് എന്നതിന് തെളിവാണ് കസുറത്തി സ്വലാത്തു അം ഖല്ലത്ത്, കുറച്ച് നിസ്കാരം മറന്നിട്ടുള്ളൂ, കുറേ 2 കൊല്ലം മറന്നു പോയിട്ടുണ്ട്, 10 കൊല്ലം മറന്നു പോയിട്ടുണ്ട്, 25 കൊല്ലം നിസ്കരിച്ചിട്ടില്ല, എണ്ണവും അതിൻ്റെ കണക്കും വിഷയമല്ല, അത് മടക്കൽ നിർബന്ധമാണ് എന്നതിൻ്റെ
തെളിവാണിത്. വഹുവ മദ്ഹബു അമ്മത്തിൽ ഉലമാ, പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. വഹുഖിയ ഖിലാഫുൻ ശാദ്ദുൻ ലാ യുഅ്തദ്ദു ബിഹി, ചില ആളുകൾ എവിടെയോ വളരെ ദുർബലമായ ലാ യുഅ്തദ്ദു ബിഹി എന്ന് പറഞ്ഞാൽ പരിഗണിക്കാൻ പോലും ഇല്ല, അങ്ങനത്തെ ഒന്നോ അഭിപ്രായം മറ്റോ കാണും, കുറേ അങ്ങനെ മറന്നുപോയാൽ വേണ്ട എന്നത് ലാ യുഅ്തദ്ദു ബിഹി, ആ അഭിപ്രായം സ്വീകാര്യമല്ലെന്നും മഹാനവറുകൾ വിവരിക്കുകയാണ്. لأنه مخالف لنص الحديث عن بعض الناس فيما زاد عن 5 صلوات أنه لا يلزمه قضاء. 5 നിസ്കാരത്തേക്കാൾ കൂടിയത് ഖളാ വീട്ടേണ്ടതില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത് ശരിയല്ല. ഖുൽതു അമറല്ലാഹു തആല ബിഇഖാമത്തി സ്വലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. വനസ്സു അലാ ഔഖാത്തിൻ മുഅയ്യന, ഓരോ നിസ്കാരത്തിനും കൃത്യമായ സമയങ്ങളുണ്ട് എന്നും പറഞ്ഞെന്നു. അഖിമി സ്വലാത്തു ലിദുലൂകി ശംസ്, സൂര്യൻ്റെ കറക്കവുമായി ബന്ധപ്പെട്ട് സുബ്ഹിയും ളുഹുറും അസറുമൊക്കെ. വമൻ അഖാമ ബില്ലൈലി മാ ഉമിറ ബിഇഖാമത്തിഹി ബിന്നഹാർ, വമൻ അഖാമ ബില്ലൈലി മാ ഉമിറ ബിഇഖാമത്തിഹി ബിന്നഹാർ ബിൽ അക്സി ലം യകുൻ ഫിഅലുഹു മുതാബിഖൻ ലിമാ ഉമിറ ബി. ളുഹുർ നിസ്കാരം രാത്രി നിസ്കരിച്ചിട്ട് കാര്യമില്ല, ളുഹുർ അസറിൻ്റെ സമയത്ത് നിസ്കരിച്ചാൽ അതാ ആവില്ല. ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്തു. വഅലാ ഹാദൽ ഹദ് കാന ലാ യജിബു അലൈഹി ഖളാഉ മാ ഫാത വഖ്തുഹു വലൗലാ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിഹാ ഫലിയുസല്ലിഹാ ഇദാ ദക്കറഹാ ലം യൻതഫി അഹദുൻ ബിസ്സലാ വഖഅത് ഫീ ഗൈരി വഖ്തിഹാ. ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നുണ്ട്. ആ അഭിപ്രായത്തെ മഹാനവറുകൾ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ജുംഹൂറുൽ ഉലമാഇൻ്റെയും അഭിപ്രായം നിസ്കാരം ഖളാ പോയത് അംറുൻ യഖ്തദിൽ വുജൂബ്, നിർബന്ധമായും ഖളാ വിട്ടൽ നിർബന്ധമാണ് എന്നതിനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ഇവിടെ ഫഖദ് റുവിയ അൻ മാലികിൻ, ഇമാം മാലിക് എന്നവരെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ടല്ലോ. ഫഇൻ ഖീല, ഒരാൾ അങ്ങനെ പറയാൻ, ഇപ്പോൾ ആരെയും പറയും ഞാൻ അങ്ങനെ ഒരു കേട്ടല്ലോ, ഇമാം മാലിക് എന്നവരുടെ അഭിപ്രായം ഉണ്ടെന്ന് കേട്ടല്ലോ, അത് മാലിക്കി മദ്ഹബിൻ്റെ അഭിപ്രായമല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കാൻ വരികയാണെങ്കിൽ ഫഖദ് റുവിയ അൻ മാലിക്കിൻ, ഇമാം മാലിക് എന്നവർ മദ്ഹബിൻ്റെ ഇമാമാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്, മദീനയിൽ ജീവിച്ചുപോയ മഹാനവറുകൾ, ചെരുപ്പില്ലാതെ നടന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇമാം മാലിക് എന്നവർ. അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ലാ യഖ്ളി അബദൻ. ഇങ്ങനെ സംഭവമുണ്ട്, നമ്മൾ പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് മനസ്സിലാക്കുക. മൻ തറക സ്വല, ഒരു മനുഷ്യൻ മുതഅമ്മിദൻ മനഃപൂർവ്വം നിസ്കരിക്കാതിരുന്നാൽ, മനഃപൂർവ്വം നിസ്കരിച്ചില്ല, ബോധമുണ്ട് നിസ്കരിച്ചിട്ടില്ല, പ്രായപൂർത്തി ആയിടം മുതൽ ബോധമുണ്ടായിട്ട് നിസ്കരിക്കാതെ അത് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നടന്ന ആള് ലാ യഖ്ളി അബദൻ, ഒരിക്കലും നിസ്കാരം ഖളാ വീട്ടുന്നില്ല എന്ന് പറഞ്ഞ ഇമാം മാലിക് എന്നവരുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അർത്ഥം എന്താണ്? ഫൽ ഇഷാറത്തു, ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും ഖളാ വീട്ടേണ്ടതില്ല എന്നല്ല. ഇല അന്ന മാ മളാ ലാ യഊദ്, കഴിഞ്ഞു പോയതിനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നിസ്കാരം മനഃപൂർവ്വം ഒരു മനുഷ്യൻ ഒഴിവാക്കി ഖളാ വീട്ടിയാൽ ആ മനഃപൂർവ്വം ഒഴിവാക്കിയത് പകരം ചെയ്ത പോലെ ആകുമോ? അതാവുന്നില്ലല്ലോ. മുതഅമ്മിദൻ, അതാണ് പറഞ്ഞത്, മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അതൊരിക്കലും തിരിച്ചു കിട്ടുന്നില്ല, ഖളാ വീട്ടിയാലും തിരിച്ചു കിട്ടൂല. അതാണ് അത് ഒരിക്കലും ലാ യഖ്ളി അബദ, അതൊരിക്കലും ഖളാ വീട്ടുന്നില്ല, അല്ലെ വീട്ടിയിട്ട് കാര്യമില്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഖളാ വീട്ടരുത് എന്നല്ല. ഫലാ ബുദ്ദ മിൻ തൗഫിയത്തിൽ തക്ലീഫി ഹഖ്ഖഹു ബിഇഖാമത്തിൽ ഖളാഇ മഖാമൽ അദാ. അതിനൊരു സമാനമായ സംഭവം മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ്. അനിബിൻ മസ്ഊദിൻ വ അലിയിൻ, അലി തങ്ങളും ഇബ്ൻ മസ്ഊദ് തങ്ങളും റളിയല്ലാഹു അൻഹുമാ അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അന്നമൻ അഫ്തറ ഫീ റമളാന ആമിദൻ, മനഃപൂർവ്വം റമളാനിൽ ഒരു മനുഷ്യൻ നോമ്പ് മുറിച്ചാൽ, മനഃപൂർവ്വം മുറിച്ചു, നല്ല നാടൻ ചോറും കറിയൊക്കെ കണ്ടപ്പോൾ തോന്നി അത് ഇതാണ് കഴിച്ചേക്കാം, പിന്നെ ചട്ടിച്ചോറല്ലേ എന്ന് പറഞ്ഞ് കഴിച്ചു, ഞാൻ പറയാം, അല്ലെ പൊതിച്ചോറല്ലേ കീപ്പൊറാട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ നുണ വന്നു. മനഃപൂർവ്വം റമളാനാണെന്നറിയാം, എന്ത് ആഗ്രഹമുള്ള ഭക്ഷണം വന്നാലും ഷഹ്വത്ത് ത്വആം അടക്കി വെക്കണം എന്നറിയുന്ന ഒരാൾ അതറിഞ്ഞിട്ട് തന്നെ മനഃപൂർവ്വം, ഒരാൾ നിർബന്ധിച്ചതോ ഒന്നുമല്ല, കഴിക്കാതിരുന്നു.
അങ്ങനെ വന്നാൽ ലം യുകഫിറുഹു സിയാമുദ്ദഹരി വ ഇൻ സ്വാമഹു, കാലം മുഴുവൻ നോമ്പ് നോറ്റാലും അതിൻ്റെ പ്രായശ്ചിത്തമാവില്ല. വ ഇൻ സ്വാമഹു, ആ നോമ്പ് കാലം മുഴുവൻ നോറ്റ് ഖളാ വിട്ടിയാലും ഒരിക്കലും തന്നെ അതിന് കഫാറത്താവുന്നില്ല, പ്രായശ്ചിത്തമാവുന്നില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങളും അലിയാർ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. വളരെ സ്വഹീഹായ റിവായത്താണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഖളാ വിട്ടണ്ടെന്നാണോ? നോമ്പ് ഖളാ വിട്ടണ്ടേ? പെണ്ണുങ്ങൾ പോലും പ്രസവിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് റമദാനിൻ്റെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടണം. റമദാൻ വർഷത്തിലൊരിക്കൽ വരുന്ന സംഭവമാണ്. ഖളാ വീട്ടണം. ആ ഒരു ഖളാ വീട്ടണം എന്ന് പറഞ്ഞ വിഷയം കാലം മുഴുവൻ നോറ്റാലും അതിന് പ്രായശ്ചിത്തമാവില്ല എന്ന് പറഞ്ഞാൽ فلا بد من توفية التكليف حقه بإقامة القضاء مقام الأداء واتباعه بالتوبة ويفعل الله بعد ذلك ما يشاء. ഒരിക്കലും അദാ ആയി നിസ്കരിക്കുന്നത് പോലെയല്ല ഖളാ ആയിട്ട് നിസ്കരിക്കുന്നത്. അദാഇൻ്റെ ഒരു പുണ്യവും അതിൻ്റെ മഹത്വവും റമളാനിൻ്റെ മാസത്തിൽ നടത്തുന്ന റമളാനിൻ്റെ പകലിലെ നോമ്പ് അതുപോലെ ഒരിക്കലുമല്ലല്ലോ റമളാൻ അല്ലാത്ത സമയം. അതുകൊണ്ട് ആ ഒരു പുണ്യം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. ഖളാ വിട്ടിട്ടും കാര്യമില്ല, അല്ലെ ഖളാ വീടുന്നില്ല എന്ന് ഇമാം മാലിക് എന്നിവർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഖളാ വീട്ടേണ്ടതില്ല എന്നല്ല അതിൻ്റെ മഅന എന്ന് മഹാനവറുകൾ പറയാണ്. കാരണം അതിനൊരുപാട് തെളിവുകളുണ്ട്. മന്നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ, മനഃപൂർവ്വം ഒരു മനുഷ്യൻ പിന്നെ നിസ്കാരം മറന്നതിനെക്കുറിച്ച് പോലുമല്ല, ഒരു മനുഷ്യൻ ഉറങ്ങിപ്പോയി, ഔ നസിയഹ മറന്നുപോയി, അങ്ങനെയുള്ള ഒരാൾ പോലും നിസ്കാരം ഖളാ വീട്ടണം എന്ന് പറഞ്ഞാൽ, ബോധമുള്ളൊരു മനുഷ്യൻ നഷ്ടപ്പെടുത്തിയാൽ ഖളാ വീട്ടണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുക? പിന്നെ റുഫിഅ അൽ ഖലമു അൻ സലാസത്തിൻ അനിൻ നായിമി ഹത്താ യസ്തൈഖിദ്, ഹദീസുണ്ട്. 3 ആളുകളിൽ നിന്നും പെന്നുയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ തിന്മകൾ എഴുതി വെക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഹദീസിൽ അനിൻ നായിമി ഹത്താ യസ്തൈഖിദ, ഉറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ഉണരുന്നത് വരെ അവരുടെ തെറ്റുകൾ എഴുതി വെക്കൂല. കാരണം ഉറങ്ങുന്ന മനുഷ്യനല്ലേ ഉണരുന്നവരെ. ഉറക്കത്തിൽ ഒരു മനുഷ്യൻ വെറുതെ പന്തളിക്കാരനാണ്, ഇപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്, ഒരു കിക്ക് ചെയ്താണ്, ആൾ താഴെ വീണു കട്ടിൽ നിന്ന്, അതിനൊപ്പം മലക്കുകൾ എഴുതൂല. ഉറക്കത്തിലല്ലേ, ഉറക്കം നടിച്ചുകൊണ്ട് ചെയ്യാൻ മതി. അപ്പോൾ ഉറക്കത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ ഉന്തി തള്ളിയിട്ടൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു ഉറക്കത്തിൽ എണ്ണീതി നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ആരൊക്കെ അവരെ മേത്ത് കൂടെ ഒക്കെ നടന്ന് കയറിപ്പോയി ഉറക്കത്തിൽ, സോംനാംബുലിസം എന്ന് പറയും. അപ്പോൾ അങ്ങനെ നടന്നാൽ എന്തില്ല, അതൊന്നും കുഴപ്പമില്ല. ഉറക്കം നടിച്ചു പോയ ആൾക്കാർ കൈകാര്യം ചെയ്യുകയെ എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ പെന്നുയർത്തപ്പെട്ടിരിക്കുന്നു അനിൻ നായിമി ഹത്താ യസ്തൈഖിള എന്ന് പറഞ്ഞാൽ റുഫിഅൽ ഹുനാ റഫ്ഉൽ മഅ്സമി ലാ റഫ്ഉൽ ഫർളി അൻഹു, നിസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം നോമ്പുകാരനുണ്ടാവില്ല, അത് മലക്കുകൾ എഴുതൂല എന്നേ അർത്ഥമുള്ളൂ. ലാ റഫ്ഉൽ ഫർളി അൻഹു, നിസ്കാരം ഫർളുള്ളത് ഖളാ വീട്ടണം എന്ന ആ ഒരു നിബന്ധന ഒഴിവായി പോകുന്നില്ല. എൻ്റെ മാന അങ്ങനെയാണ്. വലൈസ ഹാദാ മിൻ ബാബി ഖൗലിഹി അനി സ്വബി ഹത്താ യഹ്തലിം, അതിൻ്റെ ഉടനെ പറയുന്ന വിഷയം അങ്ങനെയല്ല. വഅനി സ്വബി, ചെറിയ കുട്ടികൾക്ക് അല്ലാഹു തആലയുടെ മലക്കുകൾ അവരുടെ തെറ്റുകുറ്റങ്ങൾ എഴുതൂല ഹത്താ യഹ്തലിമ, പ്രായപൂർത്തിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്, അവർക്ക് നിർബന്ധമല്ല തന്നെയാണ്. നേരെ മറിച്ച് ഉറങ്ങുന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, ഉറക്കത്തിൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, നിസ്കാരം നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം ഇസ്മ അവർക്കുണ്ടാവുകയില്ല എന്നേ അവിടെ ഒഴിവാകുന്നുള്ളൂ. എന്നല്ലാതെ നിസ്കാരത്തിൻ്റെ ഫർളിയത്ത്, നിസ്കാരം അയാൾക്ക് ഫർളാണ് എന്നതൊരിക്കലും ഉയർത്തപ്പെടുന്നില്ല. ആ ഹദീസിന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാനവറുകൾ വിവരിക്കുകയാണ്. ഓക്കെ, ഇമാം ഷാഫി ഞങ്ങളുടെ അഭിപ്രായപ്രകാരം നമ്മൾ നിസ്കാരം മറന്നുപോയി, നമ്മളിപ്പോൾ ളുഹർ മറന്നിട്ടുണ്ട്, അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചോനെ ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ, അസ്ർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പൂർത്തിയാക്കുക, എന്നിട്ട് ളുഹർ ഖളാ വീട്ടുക. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴെൻ്റെ ളുഹർ പോയിട്ടുണ്ടല്ലോ പഠിച്ചോനെ, എന്നാൽ പിന്നെ അസ്ർ നിസ്കരിക്കാൻ സമയം ഇനി ബാക്കിയുണ്ടെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ടേ അസ്ർ നിസ്കരിക്കാൻ പാടുള്ളൂ. അതല്ല അസ്ർ ഇപ്പോൾ ഖളാവും, 2 ഖളാവ് വരും, എന്നാൽ പിന്നെ അസ്ർ അങ്ങ് അതായിട്ട് നിസ്കരിക്കാം, അങ്ങനെയാണ്. അല്ലാഹ് വാഖിമി സ്വലാത്ത ലിദിക്രി, അതുകൊണ്ട് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്, ആദ്യത്തെ അള്ളാഹുവിൻ്റെ തക്ലീഫാണ് വാഖിമി സ്വലാത്ത ലിദിക്രി. എല്ലാ അമ്പിയാക്കന്മാരും നിസ്കരിച്ചുവെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകൾ മക്ക കാലഘട്ടം നിസ്കാരം നിർബന്ധമാവുന്നത് ഇസ്രാ മിഅ്റാജിനാണ്. പക്ഷേ മക്ക കാലഘട്ടത്തിൽ നുബുവത്തിൻ്റെ ആദ്യം മുതൽ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ
എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആജ്ഞ ഉണ്ടായത് മുതൽ ദഅവത്ത് തുടങ്ങുന്നത് മുതൽ തങ്ങൾക്ക് ഖിയാമുൽ ലൈൽ നിർബന്ധമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഖിയാമുൽ ലൈൽ വാജിബായിരുന്നു. ഒരു അസ്ർ നിസ്കാരത്തിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്ന 2 റക്അത്ത് തങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കാതെ പോയപ്പോൾ അസ്റിൻ്റെ ശേഷം അത് നബി തങ്ങൾ ഖളാ വീട്ടിയിട്ടുണ്ട്. ആ ഖളാ വീട്ടിയത് ഒരു സന്ദർഭത്തിലുണ്ടായൊരു വിഷയമാണ്. തങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല. അസ്റിൻ്റെ മുമ്പ് 2 റക്അത്ത് ഖഫീഫായ ചുരുങ്ങിയ 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് തങ്ങൾ നിസ്കരിക്കാൻ പറ്റിയില്ല. അത് തങ്ങൾ അസ്റിൻ്റെ ശേഷം ഖളാ വീട്ടി. ആ ഖളാ വീട്ടിയതിന് ശേഷം തങ്ങൾ ജീവിതത്തിൽ 2 റക്അത്ത് അസ്റിൻ്റെ ശേഷം നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അത് തങ്ങൾക്ക് മാത്രമുള്ള ഖാസിയത്ത്. നമ്മൾ വെറുതെ നിസ്കരിക്കാൻ പാടില്ല എന്നാണല്ലോ. അസ്ർ നിസ്കാരത്തിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ ഒരു മുന്തിയ കാരണങ്ങളില്ലാത്ത നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. മുന്തിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒതുകൊടുത്തു, അതൊരു കാരണമായി, എന്നിട്ട് നിസ്കരിക്കുക. അപ്പോൾ നിസ്കാരത്തിന് മുമ്പാണ് കാരണം. പിന്തിയ കാരണം എന്ന് പറഞ്ഞാൽ യാത്ര പോകുന്ന പോലെ, യാത്രക്കുള്ള നിസ്കാരം, ഇഹ്റാമിൻ്റെ നിസ്കാരം. കാരണം നിസ്കാരം കഴിഞ്ഞിട്ടാണ് യാത്ര തുടങ്ങുക. ഇഹ്റാമിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇഹ്റാമിന് നിയ്യത്ത് ചെയ്യുക. അതൊന്നും ഈ കറാഹത്തുള്ള സമയത്ത് ചെയ്യാൻ പാടില്ലെന്നാണ്. എങ്ങനെ? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യ ഉദിക്കുന്നത് വരെ, അസ്ർ കഴിഞ്ഞാൽ മഗ്രിബിനിടയിൽ, സൂര്യൻ നേർമധ്യത്തിൽ ളുഹർ വാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ്, അത് ആ സമയങ്ങൾ കറാഹത്തുള്ള സമയങ്ങളാണ്. ആ സമയത്ത് വെറുതെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല എന്നാണ്. പക്ഷേ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്റിൻ്റെ ശേഷം 2 റക്അത്ത് പിന്നെ പതിവാക്കിയിരുന്നു. അത് അന്നൊരിക്കൽ നിസ്കരിച്ചപ്പോൾ തങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും അള്ളാഹുവിനോട് മുനാജാത്തിൻ്റെ കൊതി വരും. അങ്ങനെ തങ്ങൾ നിസ്കരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് തങ്ങളുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിമിസ് സ്വലാത്ത ലിദിക്രി. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഹബീബായ തങ്ങൾ എന്താ പറയുക? വാഖിമിസ് സ്വലാത്ത ലിദിക്രി. തങ്ങൾ പറയും അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാൽ എന്നവരെ നിസ്കാരം കൊണ്ട് സമാധാനം നൽകണേ എന്ന് പറയും. നിസ്കാരം അള്ളാഹു നമുക്ക് നൽകിയ നിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. വാഖിമിസ് സ്വലാത്ത ലിദിക്രി. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില ഹിക്മത്തുകൾ, എങ്ങനെയൊക്കെ നമ്മുടെ നിസ്കാരങ്ങളെ നമുക്ക് ഖുശൂഇൽ കൊണ്ടുവരാം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികൾ, ഈ പറയാൻ പോകുന്നവർ, അൽ മുഅ്മിനൂൻ, ഞാൻ പറയാൻ പോകുന്ന ഗുണമുള്ള ഈ മുഅ്മിനീങ്ങൾ ശരിക്കും വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്, ഖുശൂഅ് ഉള്ളവരാണ്. ഖുശൂഅ് എന്ന് പറഞ്ഞാൽ ഹുളൂറുൽ ഖൽബി ബൈന യദയില്ലാഹ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് സാന്നിധ്യമുണ്ടാവുക. കൽബ് കൊണ്ട് സാന്നിധ്യം ഉണ്ടാവുക. 5 തരത്തിലുള്ള നിസ്കാരക്കാരുണ്ട്. ഇബ്നുൽ ഖയ്യിം എന്ന വാബിൽ സബിയിൽ പറയുന്ന 5 തരത്തിലുള്ള നിസ്കാരക്കാരുണ്ട്. വഴിയെ പറയാം. ഇന്നൽ അബ്ദ ലയുസല്ലി അസ്സലാഹ്. ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. വലാ യുക്തബു ലഹു ഇല്ലാ റുബുഹാ. നിസ്കാരത്തെ 4ആയിട്ട് ബാധിച്ചാൽ ആ 4ൽ ഒരു പോർഷൻ്റെ കൂലി അവർക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി 3/4 വേസ്റ്റായിരിക്കും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഇല്ലാ ഖുമുസുഹാ. ചിലർക്ക് ആ നിസ്കാരത്തെ 5ആയിട്ട് കഷ്ണം വെച്ചാൽ ഒരു കഷ്ണത്തിൻ്റെ കൂലി ഉണ്ടാവുള്ളൂ. ബാക്കി 4ഉം 3/5 പോയിട്ടുണ്ടാവും. ഇല്ലാ സുദുസുഹാ. ചില ആളുകൾക്ക് 6/1 നിസ്കാരത്തിന് കിട്ടും. അങ്ങനെ തങ്ങൾ ഇല്ല ഹത്താ ബലഅ ഉശ്റഹ. തങ്ങൾ 10/1 എന്ന് വരെ പറഞ്ഞു. ചില ആളുകൾക്ക് നിസ്കാരത്തിൽ 10ആയിട്ടതിനെ വീതിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോർഷനൊക്കെ ഇത് കിട്ടുള്ളൂ. അവരുടേതായിട്ട് നിസ്കരിച്ചു എന്ന് പറയാനുണ്ടാവുള്ളൂ. ഇന്നൽ വലാ യുക്തബു ലഹു. അള്ളാഹു അവർക്ക് കൂലി കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അതിന് കാരണം പറഞ്ഞത് ഖൽബ് കൊണ്ടുള്ള സാന്നിധ്യം വേണമെന്നാണ്. ഖൽബ് കൊണ്ടുള്ള സാന്നിധ്യം ഇല്ലാതിരുന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഇയാൻ. റജുലൻ യഅബസു ഫീ സ്വലാത്തിഹി. മഹാനവറുകൾ നിസ്കാരത്തിൽ ഇങ്ങനെ കളിക്കുന്ന ഒരു കളി കണ്ടപ്പോൾ, ഒരു മനുഷ്യൻ കളിക്കുന്നത് കണ്ടപ്പോൾ, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. ഒരു മനുഷ്യൻ്റെ ഖൽബ് അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അവൻ്റെ അവയവങ്ങളെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നേനെ.
ജവാരിഹ് എന്ന് പറയുമ്പോൾ കണ്ണും കാതും ഒക്കെ പെടും, വായ പെടും, എല്ലാം പെടും, സ്കിന്നടക്കം പെടും. അർഖാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കൈയും കാലും ഒക്കെ മെയിനായിട്ട്, തലയും കണ്ണടക്കം ഇങ്ങനെ നോക്കുക. നിസ്കാരത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിസ്കാരത്തിൽ ഒരാൾ കടന്നു വന്നത് കണ്ടു, അത് ഇന്ന ആളാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, ശരിക്കും മനസ്സിലാക്കി, നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂ നഷ്ടപ്പെട്ടു പോയതാണ്. നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, ഇത് ആരാ വിളിക്കണത് എന്ന ആളെ നിങ്ങൾ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തു. ഒരാൾ കടന്നു വന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ആളാണ്, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇത് ആരോ ഒരു സ്ട്രേഞ്ചറാണ്, പക്ഷെ നിങ്ങൾ ശരിക്കും അയാളെ നോക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയത് വേറെ ആരും കണ്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത് എന്താണ്. ഒരു മെസ്സേജ് നിങ്ങൾ കാണുന്നു, ഒരു ടെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യുന്നു. അത് നിസ്കാരത്തിലാണെങ്കിൽ നിങ്ങളുടെ ഖുശൂ അവിടെ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാം. കാരണം അള്ളാഹു അല്ലാത്തൊരു ചിന്തയിലേക്ക് മനസ്സിനെ നമ്മൾ പൂർണ്ണമായി കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ ക്ലോക്കിൽ നോക്കി കൃത്യമായി പറഞ്ഞു, ഇപ്പം 4 മണിയും 20 സെക്കൻഡും ആയിട്ടുണ്ടല്ലേ. ആ കറക്റ്റ് നമ്മളതിനെ ശരിക്കും അങ്ങ് റീഡ് ചെയ്തു. കണ്ടുപോകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത് നമ്മൾ ചിന്തിക്കണം. നിസ്കാരത്തിൽ മറ്റു വിഷയങ്ങളൊന്നും നമ്മുടെ ഖൽബിലേക്ക് വരരുത്. അപ്പോഴേ ഇത് ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ നിസ്കരിച്ച ഒരു മെഡിറ്റേഷൻ്റെ, ഒരു യോഗൻ്റെ ഒന്നിൻ്റെ ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. നമ്മുടെ ആ ഒരു 5 മിനിറ്റ് മതി. നിങ്ങൾ 100 മിനിറ്റ് ഒരു യോഗ അഭ്യാസം ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ കോൺസെൻട്രേഷൻ, ഭയങ്കരമായി. എൻ്റെ സുഹൃത്ത് നാട്ടിലെ സ്ട്രേഞ്ചേഴ്സ് യാത്ര പോകുന്ന കഥ ഉണ്ട്. സ്ട്രേഞ്ചർമാരെ ആൾക്കാരുടെ കൂട്ടായ്മ, ഇപ്പോൾ നാട്ടിൽ അങ്ങനത്തെ ഓരോ ട്രെൻഡ് ഉണ്ടല്ലോ. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ 10-20 ആൾ കൂടിയിട്ടൊന്ന് ടൂർ പോവുക, എവിടെയെങ്കിലും വല്ല മലയിലേക്കോ കാട്ടിലേക്കോ പോവുക, ഒരാഴ്ച ക്യാമ്പ് ചെയ്യുക, തിരിച്ചു പോരുക. അപ്പോൾ അതിൽ പോയൊരു സുഹൃത്ത് പറയാം, 40 ആളുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് മറ്റേ കുട്ടീനെ അറിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ കൈപിടിച്ച് പോകില്ല, ഒരാളെ പോവുള്ളൂ. അങ്ങനെ ഓരോരുത്തരും പലയിടത്തുമായിട്ടൊരു ഗ്രൂപ്പായി കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. അപ്പോൾ അതിൽ 40 ആളുണ്ടായിരുന്നു. അതിൽ 30 ആൾ മുസ്ലിമീങ്ങളായിരുന്നു. പക്ഷെ 2 ആൾ മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ കൊണ്ടുപോയ ആളുകൾ എന്താ ചെയ്യുന്നറിയോ? രാവിലെ സുബഹിയുടെ സമയം, അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന നമ്മുടെ ഇഷ്റാഖിൻ്റെ സമയം എന്നൊക്കെ പറയും. ഹനഫി മദ്ഹബ് അനുസരിച്ച് സുബഹി നിസ്കാരത്തിൻ്റെ സമയം അവർക്ക് അങ്ങനെയാണ്, വഖ്തുൽ ഖലസ്. അതായത് ഒരു തരത്തിൽ വെളിച്ചുണ്ടോ എന്നില്ല. ഒരാൾ ഇങ്ങനെ വന്നത് ഇന്ന ആളാണെന്ന് ശരിക്കും അങ്ങോട്ട് അറിയൊന്നുമില്ല, എന്നാലും ഏറെക്കുറെ ഷേപ്പ് കൊണ്ടൊക്കെ അറിയാം. അങ്ങനത്തെ ഒരു വെളിച്ചം. എന്നാൽ സൂര്യ ഉദിച്ചിട്ടില്ല. ആ സമയത്തായിരിക്കും ഹനഫി മദ്ഹബ് പ്രകാരം പലപ്പോഴും സുബഹി ബാങ്ക് ഇച്ചിരി ലേറ്റായിട്ട് വരും. അസറും ചിലപ്പോൾ ലേറ്റായിട്ട് വരും. ഹനഫി മദ്ഹബുള്ള പള്ളികളാണെങ്കിൽ സാധാരണ അസർ ടൈം 4 മണിക്കെന്ന് പറഞ്ഞാൽ 5 മണിക്കുണ്ടാവും ബാങ്ക് കൊടുക്കുന്നുണ്ടാവുക ആ നാട്ടിൽ. അത് ഹനഫി മദ്ഹബ് അനുസരിച്ചാണ്. അവർക്കും ഈ ഖലസിൻ്റെ സമയം. അത് ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ പക്ഷികളെ സൗണ്ടും പല സൗണ്ടും ശബ്ദമൊക്കെ ഇരുത്തിയിട്ട് കണ്ണും പൂട്ടി ഇരുന്നിട്ട് അവരെ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യിച്ചു. ഈ ട്രെയിനർ ആരായി ചെയ്യുന്നത്? ഒരു പരിചയമില്ലാത്ത 10-40 ആളുകളായി കൂടിയിരിക്കുന്നത്. ആ മെഡിറ്റേഷനിൽ അവർ കൊടുക്കുന്നത് എന്താ? ജനറൽ ആയി ടിപ്സാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ശബ്ദം ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു പക്ഷിയുടെ ശബ്ദം കേൾക്കാം, ഇപ്പുറത്ത് ഒരു അരുവിയുടെ ശബ്ദം നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധയിൽ വരുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ണു ചുമ്മി കേൾക്കുകയാണ്. ഇനി നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരിക, ഇനി ചിന്ത നിങ്ങളുടെ കാതുകളിൽ. ഇങ്ങനെ പറയുമ്പോൾ മനുഷ്യൻ മാസ്മറൈസ് ആയി പോവും. എന്നിട്ട് നമ്മുടെ സുഹൃത്ത് പറയാണ്, അവിടെ കൂടിയിൽ കുറേ യോയോചക്കന്മാരായിരുന്നു, മുഴുവൻ കരയുന്നു ഈ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ, വിറച്ച് കരയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹനെ പേടിച്ച് 2 റക്അത്ത് നിസ്കരിച്ച ഒരാൾക്കിപ്പോൾ ഈ ഒരു അനുഭവം വരേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ വേണമെന്ന് ശറഅ് ഇങ്ങനെ പറഞ്ഞൊരു ഇബാദത്ത് വേറല്ല. നിസ്കാരത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞു. അത് കോൺസെൻട്രേഷൻ നിർബന്ധമാണ്. ഇല്ലേ ഈ പണി വെറുതെ നിങ്ങളുടെ അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല. ആ നിസ്കാരത്തിൻ്റെ 5-ലൊന്നോ 6-ലൊന്നോ 7-ലൊന്നോ 10-ലൊന്നോ ഒക്കെ കിട്ടുള്ളൂ. എന്തിനാ വെറുതെ സമയം കളയുന്നത്? അത് നിങ്ങൾ വേസ്റ്റാക്കരുത്. നിങ്ങൾ കൃത്യമായും ഹുദൂറുൽ ഖൽബോട് കൂടെ നിസ്കരിക്കണം എന്ന് പറയാം. ഇപ്പോൾ വെറുതെ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മൂവിങ് ആണ്. മൂവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. മനുഷ്യന്മാർ പെട്ടെന്ന് ഇങ്ങനെ അവനവൻ്റെ ഭാവിയെക്കുറിച്ച് ഭൂതത്തെക്കുറിച്ചൊക്കെ അവർ പറയും. അത് ട്രെയിനർമാരുടെ ട്രിക്ക് അനുസരിച്ച് ചില വാക്കുകളൊക്കെ ശരിക്കും തറക്കും. കണ്ണ് ചിമ്പിയിട്ടായിരിക്കും ഇത് കേൾക്കുക. അതുകൊണ്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തെത്തിയതുപോലെ ഫീൽ ചെയ്യും. കോൺസെൻട്രേഷൻ മനുഷ്യൻ്റെ മെമ്മറി വർദ്ധിക്കാൻ കോൺസെൻട്രേഷൻ വേണം. ടെൻഷൻ പോകും കോൺസെൻട്രേഷൻ ഉണ്ടായാൽ. എന്തിനതൊക്കെ ചെയ്യുന്നറിയോ? എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് സുബഹി നിസ്കരിക്കുന്ന ഖിയാമുൽ ലൈലുള്ള ആളുകൾ
5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യത്തിൽ നിസ്കരിക്കുന്ന ഒരാൾ 5 നേരം, അത് രാവിലെ കഴിഞ്ഞവന് വൈകുന്നേരം പോകുന്നതിന് കുടിച്ചിട്ടായിരിക്കും 4 കാലിലായിരിക്കും വരികെത്തുന്നുണ്ടാവുക. നമ്മൾ അങ്ങനെയല്ലല്ലോ. 5 വക്ത് നിസ്കരിക്കുകയാണ്. 5 വക്ത് ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുമ്പാണ് നമ്മുടെ ഇശാ നിസ്കാരം വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സ്ലീപ്പ്. ഇൽമു പഠിക്കാനും സൗജത്തിനോട്, ഭാര്യയോട്, ഭർത്താവിനോട് സംസാരിച്ചിരിക്കാനും മസ്ലഹത്തിനും ഇങ്ങനെയൊക്കെ എക്സെപ്ഷനുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ കടന്നുറങ്ങണമെന്നാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമുള്ള മുസ്ലിമീങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷനും മനസ്സമാധാനവും കിട്ടാൻ അള്ളാഹു തന്ന വലിയൊരു സമ്മാനമാണ് നിസ്കാരം. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് മുഅ്മിനീങ്ങൾ വിജയിച്ചു. ആരാ മുഅ്മിനീങ്ങൾ? അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ. എപ്പോൾ വിജയിച്ചു? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞത്, നിസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ, അവർ വിജയിച്ചു. അവർക്ക് സമാധാനമാണ്. അവർക്ക് ഇനി എന്ത് വന്നാലും അള്ളാഹ് കണക്കാക്കിയത് വരും. അത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെ മുമ്പിൽ ഒരു കുട്ടിൻ്റെ കയ്യിൽ കിട്ടുന്ന പാവ പോലെയാണ്. അത് കുട്ടി ചിലപ്പോൾ അതിൻ്റെ കഴുത്തൊക്കെ പിടിച്ചോടിക്കുന്ന കാലെടുത്ത് മറിച്ചിട്ടുണ്ടാവും. എന്തേ? അത് പാവയാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റൂല. എന്ന പോലെ നമ്മൾ അള്ളാഹുവിൻ്റെ ഖളാഇൽ നിന്നു കൊടുക്കുന്നവരാണ്. നമ്മളെ നയിക്കുന്നത് റബ്ബിൻ്റെ തീരുമാനമാണ്. ആ ഒരു യഖീനിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തും ഉലൂഹിയത്തും ഖൽബിലേക്ക് കൊണ്ട് ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനത്തെ ബോധ്യമുണ്ടെങ്കിൽ നിസ്കാരം 10 ഔട്ട് ഓഫ് 10 കിട്ടും, അല്ലെങ്കിൽ 1 ഔട്ട് ഓഫ് 10. സ്കൂളിൽ ടെസ്റ്റിൽ മാർക്ക് കിട്ടുമ്പോഴേ 10ൽ 2 ഉള്ളൂ എന്ന് പറഞ്ഞ് 4 അടി ഏറെ കൊടുക്കും. അല്ലെങ്കിൽ ആ 8 കൊടുത്തിട്ട് 10 ആക്കും നമ്മൾ. എന്തിന്? ആ 10 കിട്ടിയില്ലല്ലോ എന്ന്. 2 കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കി 8 കൊണ്ട് 8 അടി കൊടുത്തിട്ട് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക? എന്തിന് ഇത് ഇത്രയും നമ്മളൊരു വിഷയത്തെ കാണുമ്പോൾ എത്ര ഗൗരവത്തിലാണ് നിസ്കാരത്തിൻ്റെ മാർക്ക് എത്രയാണ് നോക്കേണ്ടത് അല്ലേ? നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും പനി വന്നാൽ നമ്മൾ ഭയങ്കര കെയറിങ് ആയിരിക്കും അല്ലേ? നിസ്കരിക്കാതെ കിടക്കുകയാണ്. 10-15 വയസ്സായ കുട്ടികൾ, +2നും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കൾ, ഉറങ്ങിക്കോട്ടെ, ഇന്നലെ എക്സാമിന് പഠിച്ചതല്ലേ, ക്ഷീണം ഉണ്ടാവും. സുബഹിക്ക് എണീക്കാതിരിക്കുമ്പോഴേ നമ്മളവിടെ അവരുടെ ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നു. ഇവിടെ ആത്മാവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ വിളിച്ചുണർത്തൂലേ, മോളെ മോനെ ക്ഷീണമുണ്ടെന്നൊക്കെ അറിയാം, എണീക്ക്, നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ ക്ഷീണമുണ്ടെങ്കിൽ നീ കിടന്നോ, കുഴപ്പമില്ല, തളർന്നിട്ടല്ലേ, നിസ്കരിക്ക്. അവിടെ മാത്രം നമ്മൾ എന്തിനു സെൻറ്റിമെൻറ്റ് കാണിക്കുക? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവിടെ എത്തുമ്പോൾ അത് കുട്ടിക്ക് ഓൾക്കണ ബോധ്യമായിട്ടില്ല, ഓൾക്കണ ബോധ്യമാകുമ്പോൾ നിസ്കരിച്ചോട്ടെ, ഇങ്ങനെ പറയുന്നവരുണ്ട്. എത്ര ഗൗരവമാണത്. ഹിജാബ് ധരിക്കണില്ല, അവർ ഹിജാബ് ധരിക്കാതെ നടക്കുന്ന പെൺകുട്ടിയെ എന്ത് മക്കളോട് എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവരോട് നിർബന്ധിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ, എന്നിട്ട് ഓൾക്ക് എന്നാ ബോധ്യപ്പെടണം അന്നോള് ചെയ്തോളും. ഇതല്ല അതിൻ്റെ മറുപടി. ഒരു കുട്ടി റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഓടുകയാണ്, നിങ്ങളെ കൈ കൊതറിയിട്ട്, ഓടിക്കോട്ടെ കുട്ടിയല്ലേ എന്ന് പറയുമോ നിങ്ങൾ? അല്ല, കൈ പിടിച്ചു വെക്കുമോ? ഓന് ബോധം ഉണ്ടാകുമ്പോൾ നിന്നോളൂ. അപ്പോഴേ കാറ് തട്ടി കഥ തീരൂലേ? ഓന് ബോധം ഉണ്ടാകുമ്പോൾ ഓടാതിരുന്നോട്ടെ, റോഡ് മുറിച്ച് സീബ്ര ലൈനിൽ ഗ്രീൻ സിഗ്നൽ മാത്രം കാണുമ്പോൾ മുറിച്ച് കടന്നോളൂ, ഇപ്പം കുട്ടിയല്ലേ ഓടിക്കോട്ടെ, അങ്ങനെ പറയാറുണ്ടോ നമ്മൾ? എന്തുകൊണ്ട്? അതിൻ്റെ കോൺസിക്വൻസ് ഡേഞ്ചറാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വിട്ടുക എന്നതുപോലെ ഇത് ചെറുപ്പത്തിൽ തർബിയത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സ്വഭാവമാണ്. ആ തർബിയത്ത് കൊടുക്കാതെ വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് അവർക്ക് മുഴുവൻ ഈ ചെറുപ്പത്തിൽ തന്നെ കൺവിൻസ് ആവണമെന്ന് ഒരു നിർബന്ധമല്ല. അത് മാതാപിതാക്കളോട് അള്ളാഹുവിൻ്റെ കൽപ്പനത, നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയണം. നിസ്കാരം എന്താണ്, അതിൻ്റെ പുണ്യം എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താ, ഇതൊക്കെ ബോധ്യപ്പെടാൻ സമയമെടുക്കും എന്ന് വിചാരിച്ച് അതുവരെ അവർ ഉഴപ്പി നടക്കണം എന്നാണോ പറഞ്ഞത്? ജീവിതത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നില്ലേ? ചെറിയ മക്കൾക്ക് എടുത്താൽ പൊങ്ങാത്തത്ര ബുക്കുമായിട്ട് അവർ സ്കൂളിൽ പോകുന്നില്ലേ? അവൻ കുട്ടിയല്ലേ, ഇപ്പോൾ ബോധമൊക്കെ ഉണ്ടായിട്ട് ഓൻ തന്നെ അങ്ങ് പഠിച്ചോളും പറയാറുണ്ടോ? കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്നില്ലേ? ആ കുട്ടിക്ക് കൺവിൻസ് ആയിട്ടാണോ നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നത്? എന്തുകൊണ്ട്? ഇവൻ ഇപ്പോൾ ABCD പഠിച്ചാലേ വലുപ്പത്തിൽ ഡിഗ്രി എഴുതാൻ പറ്റുള്ളൂ എന്ന പോലെ ഇപ്പോൾ നിസ്കാരം പഠിപ്പിച്ചാലേ അവർ ഏത് ഹോസ്റ്റലിലും ഏത് ക്യാമ്പസിലും പോയി നിന്നാൽ അള്ളാനെ പിടിച്ച് ജീവിക്കുള്ളൂ. അതുകൊണ്ട് ഓൽക്ക് ബോധ്യപ്പെടട്ടെ എന്ന് പറയലല്ല അവരുടെ യുക്തി. വഖിമി സ്വലാത്ത ലിദിക്രി, ഇത് മുസ്ലിമാം ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കുസ്വല, നമ്മളും നിരീശ്വരവാദവും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്വല, നിസ്കാരം ഒഴിവാക്കുന്നിടത്താണ്. നിസ്കാരം ഒഴിവാക്കിയാൽ നമ്മൾ അവരൊരുപോലെ ആയിപ്പോയി. ബൈനനാ വ ബൈനൽ കുഫ്രി അസ്വല, നമ്മളും കുഫറും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കരിക്കാത്തൊരു മനുഷ്യൻ എന്ത് മുസ്ലിം? അവൻ മുസ്ലിമാണെന്ന് പേര് പറഞ്ഞാലും അവൻ മുസ്ലിമല്ല. എന്തേ? നമ്മളും അവരും വേർതിരിക്കപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ഈ 5 നേരത്തെ ബന്ധത്തിലാണ്.
അത് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. അത് ഓപ്ഷനായി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ആരും ചെയ്യൂല. അത് റബ്ബ് നിർബന്ധമായി പിടിച്ചു കൊണ്ടുവന്നതാണ് നമ്മളെ. നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടെന്നറിയാം, എനിക്ക് വേണ്ടി നിങ്ങൾ യു ഹാവ് ടു സ്പെയർ യുവർ 2 minutes 3 minutes. ദുഹർ മാസം നിസ്കരിച്ചേ പറ്റൂ, മഗ്രിബ് നിസ്കരിച്ചേ പറ്റൂ, ഇശാ നിസ്കരിച്ചേ, സുബ്ഹി നിസ്കരിച്ചേ പറ്റൂ. സബ്മിറ്റ് ചെയ്യണമെന്നാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയുമോ, നമുക്ക് ബോധിച്ചാലും ഇല്ലെങ്കിലും അത് ചെയ്യാം. ഇപ്പോൾ ഡോക്ടർമാർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ, നമ്മളെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഡോക്ടറുടെ കയ്യിലൊരു ഫെയിലിയർ സംഭവിച്ചാൽ പോലും, അങ്ങനെയൊക്കെ മരണം സംഭവിച്ചാൽ പോലും, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈഫ് പോയിട്ട് എന്ത് കംപ്ലയിൻ്റ് ചെയ്യാനാ? നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഡോക്ടർ എന്നെ എങ്ങനെയാണ് കീറുന്നത്? ഈ ഡോക്ടർ എന്നെ കീറിയെടുത്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കത്രിക മറന്നു വെച്ചിട്ട് തുന്നോ? ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ട്രസ്റ്റ് ചെയ്യാണ്, അവരെ വിശ്വസിക്കുകയാണ്, കടന്നു കൊടുക്കുകയാണ്. എനിക്ക് ചെയ്യുന്ന അനസ്തേഷ്യ ഡോസ് കൂടിപ്പോയി എനിക്ക് ഉണരാൻ പറ്റൂല, അതുകൊണ്ട് എൻ്റെ അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടർ കൃത്യമായിട്ട് ഇത് പഠിച്ച ആളാണോ, വെൽ ട്രെയിൻഡ് ആണോ, ഒന്നും അറിയില്ല. ഹോസ്പിറ്റലിൻ്റെ ലേബിൾ കണ്ടു, നമ്മൾ വിശ്വസിച്ചു, അവിടെ പോയി കടന്നു കൊടുക്കുകയാണ്. സബ്മിറ്റ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അംഗീകരിക്കുമ്പോഴാണ് സബ്മിറ്റ് ചെയ്യാന്ന് പറയാം. നിങ്ങൾ നിങ്ങളെ സമർപ്പിച്ചു. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അങ്ങനെയാണ്. നിങ്ങളുടെ ഇഷ്ടം അവിടെ വിഷയമല്ല. ഇത് അല്ലാഹു നിങ്ങളോട് ആവശ്യപ്പെട്ടതാണ്, അത് നൽകിയേ പറ്റൂ. അതിനാ ഇസ്ലാം കാര്യം എന്ന് പറയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഭയങ്കര ഫുഡ് ചെയ്യാൻ ആൾ, ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, റമദാൻ്റെ പകൽ നോമ്പെടുത്തേ പറ്റൂ. നീ ഭയങ്കര ഫുഡ് ആയിരിക്കുമൊന്നും കുഴപ്പമില്ല. അല്ലാഹു നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് ആ കൃത്യസമയത്ത് ചെയ്തേ പറ്റൂ. യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന പോലെ. ഇത്തരം വിഷയങ്ങൾ നോൺ നെഗോഷിയബിളാണ്. ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്, അവിടെ നെഗോഷിയേഷൻ ഇല്ല. നോൺ നെഗോഷിയബിൾ ആസ്പെക്ട്സ് ഓഫ് അവർ റിലീജിയൻ. നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, ഉമ്മമാർ ശ്രദ്ധിക്കുക, ഉപ്പമാർ ശ്രദ്ധിക്കുക. അവരുടെ നിസ്കാരം ചെറുപ്പത്തിൽ തുടങ്ങിക്കോ. 7 വയസ്സ് മുതൽ 14 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയാൽ കിട്ടും, ഇല്ലേ കൈവിട്ടുപോയി. 14 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ നന്നാക്കാൻ പോകണ്ട, അവർ കേൾക്കൂല. 14 വയസ്സ് കഴിഞ്ഞാൽ വാപ്പ വെറുതെ ഉപദേശിക്കല്ലേ, ബോറാണെന്ന് പറയും. ഉമ്മ നിങ്ങളൊന്ന് നിർത്തുമോ, പ്ലീസ് സ്റ്റോപ്പ് നാഗിങ് ആഫ്റ്റർ മീ, എനിക്കൊന്ന് റിലാക്സ് ആവണം, എന്നും ഇതന്നെ കേൾക്കുന്നു. ഇങ്ങനെ മക്കൾ പച്ചയിൽ പറയും. 14 കഴിഞ്ഞാൽ നിങ്ങൾ 7 വയസ്സ് മുതൽ അദബും അച്ചടക്കവും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, 14 മുതൽ 21 വരെ അവർ നിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കും. 21 കഴിഞ്ഞാൽ പിന്നെ കയറ് നിങ്ങൾ അവരുടെ തോളിലേക്ക് എറിഞ്ഞു കൊടുക്കണം. പിന്നെ അവർ പൊയ്ക്കോട്ടെ, നിങ്ങൾ പേടിക്കേണ്ട, അവർക്ക് വഴി തെറ്റൂല. സുമ്മ അർസിലിൽ ഹബ്ല അല അഅ്തിഖിഹിം. ഈ വയസ്സും സമയവും വളരെ പ്രാധാന്യമുള്ളതാണ്. സമയം കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് കാര്യമുണ്ടോ? ട്രെയിനിൽ പോയിട്ട് കാര്യമില്ല. അടുത്ത വണ്ടി ഉണ്ട്, 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്ന് പറയും. എന്നാൽ ഇരിക്കാൻ അപ്പോൾ അവിടെ കൊതുക് അടിച്ചിരിക്കേണ്ടി വരും. അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്കൊക്കെ അള്ളാഹു ഹിദായത്തിൻ്റെ വഴി എപ്പോഴും തുറന്നു തന്ന അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാക്കി തരട്ടെ. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ് യഅ്തസംതു ബില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ എപ്പോഴും ചൊല്ലുന്നതായിരിക്കും, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്നും കൂടെ രണ്ട് വാക്കുകൾ കൂടെ അതിലൊന്ന് ആഡ് ചെയ്യണം. ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ് യഅ്തസംതു ബില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ചൊല്ലുക, ബിസ്മില്ലാഹ് അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ ഇറങ്ങുകയാണ്. ആമൻതു ബില്ലാഹ് അല്ലാഹുവേ ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാനൊരു വിശ്വാസിയാണ്. യഅ്തസംതു ബില്ലാഹ് അല്ലാഹുവിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു. റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണം, നീ നിൻ്റെ സുരക്ഷയിൽ എന്നെ ആക്കിത്തരണം. യഅ്തസംതു ബില്ലാഹ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ യു ആർ എക്സ്പോസ്ഡ് ടു ദ വൈഡർ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ലോകത്ത് നടക്കുന്നത്, ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പോലും കൺട്രോൾ കിട്ടില്ല. അല്ലാഹു നീ കാക്കേണമേ. തവക്കൽതു അലല്ലാഹ് നിൻ്റെ മേൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു റബ്ബേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പള്ളിക്ക് പോകുമ്പോൾ എന്തായാലും ഇങ്ങനെ ചൊല്ലണമെന്നാണ്. നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ
ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹി ഇഅ്തസംതു ബില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തിനാണെന്നറിയോ? പടച്ചോനെ കാവൽ തരണേ, നീ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്ന മസ്ജിദിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുസല്ലയിലേക്ക് കയറാൻ പോവാണ്, എന്തായാലും നൂറുകണക്കിന് ശൈത്താന്മാരവിടെ വരും. ഈ പിശാചുക്കൾ എൻ്റെ ആ 2-3 മിനിറ്റ് അങ്ങോട്ട് തകർത്ത് കളയും. 3-3.5 മണിക്കൂറും ഒരു സിനിമ കാണാൻ ബ്രേക്കില്ലാതെ സിനിമ പോപ്കോണിൽ നിന്ന് കാണുന്നവരുണ്ട്. ഇങ്ങനെ ഇരിക്കും. ഇപ്പുറത്ത് കാലിന് പൂച്ച കടിച്ചവരറിയാത്തവരുണ്ട്. ഭയങ്കര കോൺസെൻട്രേഷൻ. എന്താണ് ആ ഡയലോഗ്, എന്താണ് ആ ആക്ഷൻ, ഇതും കണ്ടിട്ടിരിക്കുക. ഒരു നിലക്ക് കൊതു കടിച്ചാൽ അവരറിയില്ല, പാമ്പ് കാൽമ ചുറ്റിയാൽ അവരെ അറിയില്ല. അവരതിൽ ലയിച്ചിരിക്കുക. 3 മിനിറ്റ് അള്ളാഹു ചോദിക്കണം നിസ്കാരത്തിന്. 3 മിനിറ്റ്, 4 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് പറ്റൂല. അപ്പോഴേക്കും നാട് മൊത്തം ചുറ്റിക്കറങ്ങി വരും. 3 മിനിറ്റ് നമ്മൾ എന്തുകൊണ്ട്? പിശാച്ചിൻ്റെ ഷയാത്വീൻ എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ പടപ്പുകൾ ഇവിടെ ഉണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ് നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും കോൺസെൻട്രേഷൻ കിട്ടുമല്ലോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിസ്കരിക്കുന്നിടത്ത് മാത്രമേ ഈ വിഷയം വരുന്നത്. ബിസ്മില്ലാഹി ആമൻതു ബില്ലാഹ് ഇഅ്തസംതു ബില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. أعوذ بالله العظيم وبوجهه الكريم وبسلطانه القديم من الشيطان الرجيم. പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ ഒരു ദിക്ർ ചൊല്ലണം. അഊദു ബില്ലാഹിൽ അളീം, മഹോന്നതനായ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു. വബിവജ്ഹിഹിൽ കരീം, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ വജ്ഹിനെ, മുഖത്തെ മുൻനിർത്തി കാവൽ ചോദിക്കുന്നു. വബിസുൽത്താനിഹിൽ ഖദീം, എന്നെന്നും നിലനിൽക്കുന്ന, എന്നെന്നും ഉണ്ടായിട്ടുള്ള അല്ലാഹുവേ നിൻ്റെ അധികാരത്തിൽ ഞാൻ കാവൽ ചോദിക്കുകയാണ്. ആരിൽ നിന്ന്? മിനശ്ശൈത്വാനിർ റജീം, അഭിശപ്തനായ പിശാചിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. അതൊക്കെ അങ്ങനെയാണ് പള്ളിയിലേക്ക് കിടക്കുന്നത്. എന്നിട്ട് പള്ളിയിൽ കിടക്കുന്ന ദിക്റും ചൊല്ലിയിട്ടാണ് കിടക്കുന്നത്. ഉസ്മ മിന്നീ സായിറൽ യൗം, ഈ ദിവസം മുഴുവനും ഈ മനുഷ്യനെ എനിക്കിനി ഉപദ്രവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പിശാച് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാൻ മുസല്ലിയിലേക്ക് പെണ്ണുങ്ങളെ നിങ്ങൾ കയറാൻ. അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്വാനിർ റജീം. കാരണം അത് അല്ലാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് കടക്കാൻ. നിങ്ങളൊരു VIP-യെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ VIP-യുടെ റൂമിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഒരുപാട് എറ്റിക്കറ്റ്സ് ഹാവ് ടു ബി ഫോളോഡ്. അവർ പറയും ഫോൺ ഇവിടെ മാറ്റി വെക്കണം കേട്ടോ, ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഷെയ്ഖിനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ കാണാൻ പോവുകയാണ്. മെറ്റൽ ഒന്നും വാച്ച് വെച്ച് വെച്ചോളൂ, മൊബൈൽ വെച്ചോളൂ, റിങ് ഉണ്ടോ അതുണ്ട് ഒക്കെ മാറ്റി വെച്ചോളൂ. എംപ്റ്റി യുവർ ഹാൻഡ്. എന്നിട്ട് ആ ഡോറിലൂടെ കടന്നിട്ട് നിങ്ങളുടെ മെറ്റൽ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കടന്ന് ചെല്ലുന്ന ഒരു മനുഷ്യന് മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുമോ? അന്തം വിട്ടിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങളെവിടെയോ ലോകത്താണ്. അങ്ങനെ ചോദിക്കുമോ? നീ ഇവിടെ അല്ലേ? ചില മനുഷ്യന്മാർ നമ്മൾ ചോദിക്കൂല, വർത്തമാനം പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ടാവില്ല. ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അവൻ്റെ ബോഡി അവിടെ ഉണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ എന്താ ഇല്ലാത്തത്? ഖൽബ് അവിടെ ഇല്ല. അപ്പോൾ ചോദിക്കും, നിൻ്റെ കൂടെ അല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു മനുഷ്യന് നമ്മൾ ദുന്യാവിൽ ബഹുമാനം കൊടുക്കുന്നു. ആ മനുഷ്യൻ ജലദോഷം പിടിക്കുന്ന ആളാണ്, ആ മനുഷ്യന് പനി വരുന്ന ആളാണ്, ആ മനുഷ്യന് ഒരു പക്ഷേ വയറിളക്കം വരാം, ആ മനുഷ്യന് ക്യാൻസർ വരാം, ആ മനുഷ്യൻ മരിച്ചു പോകും. ദഈഫായ മനുഷ്യന് എത്രയോ കോടികളുണ്ടെന്ന് വിചാരിക്കുക, ക്യാൻസർ അസുഖം വന്നു, അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വന്നു, മെഡിസിൻ ഒരാൾ കുടിക്കണതല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുതലാളിയാണെങ്കിൽ ഒരു കീമോ വേണമെങ്കിൽ 10 തന്നോക്കി ഒരു ദിവസം തന്നെ ഡോക്ടർമാർ കൊടുക്കൂല, അതിൻ്റെ ഒരു ഡോസ് ഉണ്ടാവും, അത്രയേ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ മുതലാളിയല്ലേ, ഒരു ഗുളിക എനിക്ക് 100 കുടിക്കാൻ പറ്റുന്ന ആളാണ്, ഞാൻ 100 കുടിച്ചോളാം ഒരു ദിവസം. മാറൂല. എന്തേതോ ഒരു മനുഷ്യനെ കുടിക്കുന്ന ഡോസേ കുടിക്കാൻ പറ്റുള്ളൂ. എന്തേ? ഇതൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ്. അള്ള പണം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ, നിങ്ങളുടെ എംപ്ലോയറുടെ മുമ്പിൽ, നിങ്ങളുടെ മാനേജറുടെ മുമ്പിൽ നിങ്ങളുടെ ജോബ് നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ സൈൻ ചെയ്താൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ, നിങ്ങൾ ഭയങ്കര ബഹുമാനത്തിലായിരിക്കും അവരോട്, അല്ലേ? അയാളെ പണിന് പോയോക്കൊണ്ട് നിങ്ങളെ തനി സ്വഭാവം കാണണമെങ്കിൽ അപ്പം നിങ്ങൾ പകരം കൊടുക്കും, മെയിലയക്കും, സ്കാം മെസ്സേജുകളയക്കും, ടോർച്ചർ ചെയ്യും, ഹറാസ് ചെയ്യും, റിവെഞ്ച് ചെയ്യും, അല്ലേ? അതുവരെ ഇതൊന്നും പുറത്തെടുക്കൂല. എന്തേ? മൂപ്പര് സൈൻ ചെയ്താൽ അതിൻ്റെ പണി നടക്കുള്ളൂ. ഇത് ദുന്യാവിൽ നമ്മൾ കാപട്യം പോലും കാണിക്കുന്നുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ.
അള്ളാഹു ജല്ല ജലാലു പറയും, എൻ്റെ മുമ്പിൽ നിങ്ങൾ എൻ്റെ ഹദറത്തിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. അതേ എനിക്ക് വേണ്ടൂ. അസ്സലാത്തു മിക്യാലുൻ, നിസ്കാരം ഒരു അളവുകോലാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയും അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. അഹ്ലുബൈത്തിൽ ജനിച്ച ആളല്ല, പക്ഷേ കർമ്മം കൊണ്ട് അഹ്ലുബൈത്തായ ഒരു സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. കർമ്മം കൊണ്ട് അഹ്ലുബൈത്താണ്, ജന്മം കൊണ്ടല്ല. അഹ്ലുബൈത്ത് കുടുംബത്തിലല്ല ജനിച്ചത്. ആലു അലിയിൻ, ആലു അഖീലിൻ, ആലു അബ്ബാസിൻ അല്ല മഹാനവറുകൾ. പിന്നെയോ ഏതോ വാപ്പ തീ ആരാധകനായിരുന്നു, വലിയ മുതലാളിയായിരുന്നു. അസ്ഫഹാനിലെ, ഇറാനിലെ അസ്ഫഹാനിലെ വലിയൊരു തീ ആരാധകനായിരുന്നു വാപ്പ. ചരിത്രത്തിൽ പേരൊന്നും അറിയില്ല, വലിയ മുതലാളിയായിരുന്നു. പക്ഷേ വാപ്പ മുസ്ലിം ആയിരുന്നില്ല. സൽമാൻ അൽ ഫാരിസി സ്വഹാബിയും അഹ്ലുബൈത്തുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാനു മിന്ന അഹ്ലൽ ബൈത്ത്, സൽമാൻ ഞങ്ങൾ അഹ്ലുബൈത്തിൽപ്പെട്ടവരാണ്. അതെ, എന്നുവെച്ചാൽ അന്നത്തെ അറബികളല്ലേ, അവർക്ക് അറബി സംസാരിക്കാത്ത സൽമാൻ അൽ ഫാരിസി തങ്ങളെ കൂടെ ഇരുത്തുമ്പോൾ അങ്ങനെ അവർക്ക് അറബി അറിയില്ലല്ലോ എന്ന ഒരു തോന്നൽ എവിടെയോ ഉണ്ടോ എന്ന് തങ്ങൾക്ക് തോന്നി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തങ്ങൾ പറയാണ്, ഇത് അജമി അല്ല. അറബി അല്ലാത്തവരൊക്കെ അജമി എന്നൊക്കെ പറയും. സൽമാൻ മിന്ന അഹ്ലൽ ബൈത്ത് ഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി, قد رافع الإسلام سلمان فارسي وقد واضع الشرك الحسيب أبا لهب. തറവാടുണ്ടായിരുന്ന അബൂലഹബ് വലിയ തറവാടിയാണ്, പക്ഷെ ഈമാനില്ലാത്തതിൻ്റെ പേരിൽ നരകത്തിലാണ്. ഖദ് റഫഅ അൽ ഇസ്ലാമു സൽമാന ഫാരിസി, സൽമാൻ ഫാരിസി എന്നവരെ ഇസ്ലാം മുസ്ലിമായപ്പോൾ അല്ലാഹു അങ്ങോട്ട് ഉയർത്തി കൊടുത്തു. ഇപ്പുറത്ത് വലിയ ഉയർച്ചയുള്ളതാണ്, അബൂലഹബ് പ്രമാണിയാണ്. പക്ഷേ ഖദ് വളഅ അശ്ശിർകുൽ ഹസീബ അബാ ലഹബി, തറവാടുണ്ടായിരുന്ന മനുഷ്യൻ. അതിനാ ഹസീബ് എന്ന് പറയാം. ഹസബ് നസബ് എന്ന് പറഞ്ഞാൽ തറവാട് എന്നാണ്, രണ്ടിനും അർത്ഥം അങ്ങനെയാണ്. അൽ ഹസീബ് എന്ന് പറഞ്ഞാൽ തറവാടുള്ള ആൾ. ഹസീബ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻറ്റിന് ഹസീബ് എന്ന് പറയും, ഹാസിബ് എന്നൊക്കെ പറയും. പക്ഷേ തറവാടുണ്ടായിരുന്ന അബൂലഹബിനെ ഷിർക്കാണ് വളഅ താഴേ കടിയിലേക്ക് ഇട്ടത്. അപ്പോൾ മുഅ്മിനീങ്ങളെ കൂതാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ആലോചിച്ച് നോക്കി, ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യൻ്റെ പേര് അള്ളാഹുവിൻ്റെ വചനം ഇങ്ങനെ ഓതാണ്, അയാൾ നശിച്ചിരിക്കുന്നു. എന്തേ കാരണം എന്നറിയോ? ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങേക്ക് നാശം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അതിന് അള്ളാഹു കൊടുത്ത മറുപടിയാണത്, നാശം നിനക്കാണ് അബൂലഹബേ. അത് അയാൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു തആല അങ്ങനെ പറയാൻ കാരണം. അയാൾക്ക് ബോധ്യപ്പെട്ടിരുന്നത് നബിയാണ്. എൻ്റെ സഹോദരൻ്റെ മകൻ ഈ വിളിച്ചു പറയുന്നത് കള്ളത്തരല്ല, നുണ പറയാത്ത സത്യസന്ധനാണ് നബി. ഇതൊക്കെ അറിയാം. പക്ഷേ ആൾക്ക് ബിംബ കച്ചവടമാണ്. അപ്പോൾ ബിംബങ്ങൾ ഇങ്ങനെ വാങ്ങാണ്ടായി പോയി എങ്ങനെ ജീവിക്കാൻ, വരുമാനം മുട്ടിപ്പോവില്ലേ അതാ ചിന്തിച്ചത്. അപ്പം അന്ന് സ്വർണത്തിൻ്റെ ഉഖാല് മേള നടക്കും മക്കയിലെന്ന്. ഉഖാല് മേള, ഉഖാല് ചന്ത എന്നതിന് പറയാം. ആ ചന്ത നടക്കുമ്പോൾ സിറിയയിൽ നിന്നും ജോർഡാനിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ഒക്കെ റോമിൽ നിന്ന് തുർക്കിയിൽ നിന്നൊക്കെ ആളുകൾ വരും. അവർ വന്നിട്ട് എന്ത് ചെയ്യും? ബിംബങ്ങൾ വാങ്ങും. അപ്പോൾ സ്വർണത്തിൻ്റെ ബിംബത്തിന് ഭയങ്കര വിലയാണ്. വെള്ളിൻ്റെ ബിംബം, ചെമ്പിൻ്റെ ബിംബം, അങ്ങനെ കല്ലും മരത്തിലേക്കൊക്കെ എത്തും. അതുകൊണ്ട് ഇതൊക്കെ വിവിധ കാറ്റഗറി ബിംബങ്ങൾ വെക്കുന്ന ആളുകളാണ്. അവരന്നത്തെ പ്രമാണിമാരാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി ഒരു പടച്ചോനോ, അതും കാണാത്ത പടച്ചോൻ, അതെങ്ങനെ നടക്കുക? നമ്മുടെ ബിംബങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഉണ്ടാക്കി വെച്ച ഈ സാധന സ്റ്റോക്ക് എന്ത് ചെയ്യും? പൈസൻ്റെ പേരിൽ മാത്രം ആദർശവും വിശ്വാസവും വേണ്ടെന്ന് വെച്ച ആളാണ് അബൂലഹബ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അയാളുടെ സമ്പത്തോ അയാളുടെ സമ്പാദ്യമോ ഇതൊക്കെ ഇനി കോടിക്കണക്കിന് പൈസ കിട്ടിയെന്ന് വിചാരിക്കുക, നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹിൻ്റെ മലക്കുകളാണ്, അവർ കൈക്കൂലി സ്വീകരിക്കൂല. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വല്ല കാര്യം ഇയാൾക്ക് കിട്ടുമോ? സത്യം. അതുകൊണ്ടാണ് നമ്മൾ എത്ര വലിയ ദാരിദ്ര്യമുള്ള ആളുകളാണെങ്കിലും ഖൽബിൽ ഈമാനും അള്ളാഹുവിനെ കുറിച്ച് തവക്കുലുമുണ്ടോ, നമ്മൾ മുതലാളിമാരാണ്. പിന്നെ എനിക്ക് ജോലി എത്രയല്ലേ ഉള്ളൂ, എൻ്റെ ശമ്പളം എത്രയല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഖൽബിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഖനാഅത്ത് തന്നിട്ടുണ്ടോ? ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അൻ യുഹിബ്ബ മാ അതാഹുല്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയതിൽ തൃപ്തിപ്പെടുക, സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. കൂടുതലൊന്നും വലിയ ആർത്തിയൊന്നുമില്ല. ഇവിടം വരെയൊക്കെ അന്തസ്സിൽ ജീവിച്ചു പോയില്ലേ? എത്ര ആളുകൾ എത്ര കഷ്ടപ്പെടുന്നവരുണ്ട് നമ്മുടെ മുമ്പിൽ. അൽഹംദുലില്ലാ, എനിക്കൊരു ജോലി ഉണ്ടല്ലോ, മതി. മക്കളൊക്കെ ആയില്ലേ, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ വരുമാനം ഉണ്ടല്ലോ, മതി. കുറേയൊന്നുമില്ല, ആയിക്കോട്ടെ. എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ വരുമാനം ഉണ്ട്. എല്ലാവർക്കും നാട്ടിൽ ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞാൽ നാട് മൊത്തം ബിൽഡിംഗ് എന്ന് അറിയില്ലേ? എല്ലാവർക്കും ബിൽഡിങ്ങിൽ നിന്ന് വരുമാനം വേണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവില്ല.
എല്ലാവരും കച്ചവടം തുടങ്ങിയത് വാങ്ങാൻ ആൾ വേണ്ടേ? കുറേ ആൾക്കാർ വാങ്ങാനുള്ളവരാണ്, കുറേ ആൾ കച്ചവടം ചെയ്യാനുള്ളവരാണ്. എല്ലാവരും ഡോക്ടർമാരായ പിന്നെ രോഗികൾ വേണ്ട ഇവിടെ എന്ന് പറഞ്ഞ പോലെ എല്ലാറ്റിനും ഒരു അള്ളാഹു വെച്ച ചില സിസ്റ്റമുണ്ട്. നമ്മൾ ഉള്ളതിൽ തൃപ്തിപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഖൽബിൽ ഈമാനും അള്ളാഹിനെക്കുറിച്ചുള്ള യഖീനും ഉണ്ടെങ്കിൽ നമ്മൾ മുതലാളിമാരാണ്, നമ്മൾ മുതലാളിയാണ്. അതുകൊണ്ട് മാദ്ദത്തിലേക്ക് നോക്കരുത്. അതുകൊണ്ട് അബൂലഹബിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹം വലിയ മുതലാളിയും തറവാടിയുമാണ്. പക്ഷേ ഖദ് വദഅ അശ്ശിർകുൽ ഹസീബ അബാ ലഹബി, അബൂലഹബിനെ അങ്ങ് താഴ്ത്തിക്കളഞ്ഞു അള്ളാഹു. സൽമാൻ ഫാരിസി തങ്ങളെ ഇസ്ലാമാണ് ഉയർത്തിയത്, മുസ്ലിമായതിൻ്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അവിടെ നിന്നാണ് പോയത്. ഖാല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അസ്സലാത്തു മിക്യാലുൻ, നിസ്കാരം ഒരു അളവുകോലാണ്. ഫമൻ വഫാ വുഫിയ ലഹ്, ആ നിസ്കാരം കുറവില്ലാതെ പെർഫെക്റ്റായിട്ട് ആര് മുഴുവനും ആ അളവ് കൃത്യമായിട്ടും നിങ്ങൾ നിറച്ചുവോ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ തന്നെ വേണം, 1 കിലോ എന്ന് പറഞ്ഞാൽ 1 കിലോ വേണം, 999 ഗ്രാം പോരാത്, അത് 1000 തന്നെ വേണം അല്ലേ? കിലോ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, 1000 60K 60K വ്യൂവേഴ്സായി ഇത് സെലിബ്രേറ്റ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 60K എന്ന് പറഞ്ഞാൽ തിരിയുണ്ടാവില്ല, ഈ കെ എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. കെ എന്ന് പറഞ്ഞാൽ കിലോ എന്നാണ്. 60 കിലോ എന്ന് പറഞ്ഞാൽ 60,000. 6K എന്ന് പറഞ്ഞാൽ 6000. കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണല്ലോ. 1000 ലിറ്റർ ആകുമ്പോഴാണ് കിലോ, മീറ്റർ ആകുമ്പോഴാണ് കിലോമീറ്റർ എന്ന് പറയാം. 1000 മീറ്റർ, 1 മീറ്റർ 1000 മീറ്റർ, കിലോമീറ്റർ. ഓക്കെ, വെറുതെ തമാശ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല ഞാൻ പറയണത്, ആരെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ഈ കിലോ എന്താണെന്ന് തിരെ കെ എന്താണെന്ന് അറിയാണ്ട് പോകണ്ട. ചിലർ പറയും പൈസ അയച്ചിട്ടുണ്ടോ 2K, 2000 ആണെന്ന് മനസ്സിലായിക്കോളെ. 2K അത് കിലോ എന്നില്ല വാക്കാണത്, കെ എന്ന് പറഞ്ഞ പോലെ നിസ്കാരം ഒരു അളവുകോലാണ്. അത് ലിറ്ററും കിലോ ഒക്കെ നമ്മൾ അളക്കുന്ന പോലെ നിസ്കാരമെന്ന റുഹുർ, അശർ, മഗ്രിബ് അത് നിങ്ങൾ ഫമൻ വഫാ വുഫിയല, അത് മുഴുവനായിട്ടും കുറക്കാതെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്താൽ വുഫിയല, നിങ്ങൾക്കും ഒരു കുറവില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകും. ഒമൻ തൊഫഫ, അതിലാരെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ, ഒമൻ തൊഫഫ, അതിലാരെങ്കിലും കുറച്ചാൽ ഖദ് അലിംതും മാ ഖാലല്ലാഹു ഫിൽ മുതഫ്ഫിഫീൻ. മുത്തഫിഫി എന്ന് പറഞ്ഞാൽ അളവിൽ കുറക്കുന്നവരെന്ന, അവരെപ്പറ്റി അള്ളാഹ് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞു. ആര്? സൽമാൻ ഫാരിസി. എന്താ അള്ളാഹ് പറഞ്ഞത്? വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കാണ് നാശം, വൈലെന്ന നരകം എന്ന് ശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത്. കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്തില്ലേ, കാസർഗോഡ് കുനിയ അറിയോ? അവിടെ വലിയ കുനിയ, കുനിയ KUNIYA, കുനിയാന്നോ കുനിയാന്നോ പറയാ? നാന്നല്ലേ? കുനിയ കുനിയ നാ കുനിയ ആണോ? ശരിയായോ? തുർക്കിയിൽ ഖോനിയ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഖോനിയ, ജലാലുദ്ദീൻ റൂമിൻ്റെ മഖാം അവിടെയാണ് ഖോനിയ. അത് കുനിയ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ കുനിയയിൽ ഒരു വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിലോ ഇന്ത്യയിലോ അത്ര വലിയൊരു കെട്ടിടം, വളരെ മനോഹരമായൊരു കെട്ടിടം ആ നാട്ടുകാരനായ ഒരു മഹാനായ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഷാർജയിലുള്ള ആളാണ്, പക്ഷെ ഇവർക്ക് പേര് പോരലൊന്നും ഇഷ്ടമല്ല. ആ ഒരു സ്ഥാപനം അള്ളാഹു അദ്ദേഹം എന്തിനെ ഉദ്ദേശിച്ചുവോ ആ രീതിയിൽ തന്നെ അള്ളാഹു വിജയത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന് വലിയ സമൂഹത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ പ്രതീക്ഷയും, നമ്മളിങ്ങനെയൊന്നും ആയാൽ പോരാ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാനൊക്കെ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞാനൊരു ഈ മുത്തഫിഫീൻ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് പറയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു വലിയ കെട്ടിടങ്ങൾ നോക്കിയ കുനിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, എന്താ കുനിയ, എന്താ പേരിട്ടത്? കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ KGI എന്നോ എന്തായാലും പേരുണ്ടല്ലോ. ഏതായാലും ആ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിയുള്ള, നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നെറ്റിലടിച്ചാൽ മതി, എത്രയാണ് കുനിയ കോളേജ്. അത് അതിൻ്റെ ഒരു കോളേജാണത്.
അത് വലിയ കപ്പാസിറ്റിയുള്ള ഒരുപാട് കെട്ടിടങ്ങൾ, എനിക്ക് തോന്നുന്നൊരു 10 ലക്ഷം സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടാവും ഇപ്പോൾ തന്നെ. ആ നാട് മൊത്തം ലാൻഡ് അദ്ദേഹം മുഴുവൻ വാങ്ങിച്ചു കഴിഞ്ഞു. ആകെ 2.5 ഏക്കർ ഇപ്പുറത്ത് 2 ഏക്കർ 4.5 ഏക്കർ ഉള്ളായിരുന്നു. അതിപ്പോൾ ഒരു 100 ഏക്കറിൻ്റെ മുകളിലായി അവിടെ തന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഓയിൽ ബിസിനസ്, ബേസ് ഓയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കണില്ല. കാരണം അത് നമ്മൾ 100 ml എന്ന് പറഞ്ഞ് ബേസ് ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഒരുപക്ഷെ 100 ഉണ്ടാവില്ല, 98 ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 99 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ പൈസ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റു ഇൻകത്തിൽ നിന്നാണ്, എനിക്ക് തോന്നുന്നു ഒരു 500 കോടിയൊക്കെ ഇപ്പോൾ ചിലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ. അത്രയും വലിയൊരു സംവിധാനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു സൂക്ഷ്മ, അദ്ദേഹം എന്ത് ചെയ്താലും ഫോട്ടോത്തിൽ നിൽക്കൂല, ഒരൊറ്റ ഫോട്ടോ തിരഞ്ഞാൽ പോലും കിട്ടൂല അദ്ദേഹത്തിൻ്റെ. ഒരു പത്രക്കാർ വന്നാൽ ഇൻ്റർവ്യൂ കൊടുക്കൂല, ഒരു ചാനലുകാരൻ വന്നാൽ പാട്ടി പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമില്ല. 5 കോടിൻ്റെ പള്ളി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനത്തിന് മൂപ്പര് വന്നിട്ടില്ല, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്, മൂപ്പര് വരില്ല എന്ന് പറഞ്ഞു. അത് ഇഷ്ടമല്ല അദ്ദേഹത്തിന്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത ഭാര്യയുണ്ട്, കുറേ വർഷങ്ങളായി പ്രയാസത്തിലാണ്. അവരുമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെന്നൈയിലെങ്ങാനും പോയതാണ്. അള്ളാഹു ആ നമ്മളൊക്കെ ഒരു ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു മഹദിയാണ്. അള്ളാഹു ആ ഉമ്മാക്ക് അള്ളാഹു ആയുരാരോഗ്യവും ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. ആ ഭാര്യയുടെ പേരിലാണ് അദ്ദേഹം, ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ചെയ്ത വലിയൊരു ഈ ദൗത്യം, ഈ വലിയൊരു വിദ്യാഭ്യാസം, അത് വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതനുസരിച്ച് അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, അവരുടെ നന്മക്കും അവർക്ക് ഹൈർ കിട്ടാനോ നിയ്യത്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു സംവിധാനം അദ്ദേഹം. ഞാൻ പറഞ്ഞത് വൈലുല്ലിൽ മുത്ത്, അദ്ദേഹത്തിന് ഞാൻ ഈ പറഞ്ഞത് അറിഞ്ഞപ്പോൾ എന്നെ ചെയ്തു പറയും, ഇവർക്കത് ഇഷ്ടമല്ല. പക്ഷേ നമ്മൾ അറിയണം, അങ്ങനെയും സൂക്ഷ്മതയുള്ള ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരു പത്രപരസ്യവും ആഗ്രഹിക്കാത്ത, ഒരു ഫോട്ടോ ആഗ്രഹിക്കാത്ത. എന്നാൽ അദ്ദേഹത്തിന് വേറെ ഒരുപാട് ഓയിൽ ഫീൽഡാണ്, ടാങ്കുകളും കാര്യങ്ങളും, സ്വന്തമായിട്ട് ഷിപ്പ് യാർഡ് വരെ ഉണ്ട്, ഗവൺമെൻറ്റിനുള്ള പോലെ ഷിപ്പ് പാർക്ക് ചെയ്യുന്ന സ്വന്തം പോർട്ടുണ്ട് അദ്ദേഹത്തിന് ഷാർജയിൽ. അപ്പോൾ അതൊക്കെ ഒരു അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. അദ്ദേഹം ഒരുപാട് കാഴ്ചപ്പാടുള്ള ആളാണ്, വളരെ വലിയ വീക്ഷണമുള്ള ആളാണ് അദ്ദേഹം. ഈ ഉമ്മത്ത് അതിൻ്റെ ഏറ്റവും പ്രഭാപൂരിതമായ പഴയ കാലത്തിലേക്ക് എത്തണം, വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരണം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും അതൊന്നുമല്ല, ലോകോത്തര യൂണിവേഴ്സിറ്റി ആയിട്ട് ആ സ്ഥാപനം മാറണം, അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു കമ്പനി, ആ കമ്പനിയുടെ ഇൻകം ഞാൻ ഇതിലേക്ക് എടുക്കൂല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേറെ നിയ്യത്തുണ്ടാവും. എന്തേ കാരണം പറഞ്ഞത്, വൈലുല്ലിൽ മുത്തഫിഫീൻ, അതിൽ ചിലപ്പം മില്ലി കുറവുണ്ടാവും, വണ്ടിക്കാർ വാങ്ങിപ്പോണ സാധനമാണത്, അതുകൊണ്ട് ആ വരുമാനം ഞാൻ അതിലേക്ക് എടുക്കൂല. സുബ്ഹാനല്ലാഹ്, പറഞ്ഞ പോലെ ഇവർ ചെയ്യുള്ളൂ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാത്തു മിക്കിയാലുൻ, നിസ്കാരം ഒരു 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 അളവ് മാത്രമാണ്. ആര് പറയുന്നു? ആരെ പറഞ്ഞത്? അവരുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. ഏതാ സ്വഹാബിൻ്റെ പേര്? ആരാണ്? എല്ലാവരും ഉറക്കെ പറഞ്ഞോളൂ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സൽമാൻ അൽ ഫാരിസി. നമ്മൾ കുട്ടിയൊക്കെ പേരിടുമ്പോൾ സൽമാൻ ഫാരിസി എന്ന് ഒന്നിച്ച് പേരിടും. പക്ഷെ ആ വാക്കർത്ഥം സൽമാൻ, പേർഷ്യക്കാരനായ സൽമാൻ. സൽമാൻ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ സൽമാനുൽ ഹിന്ദി എന്നായിരിക്കും പേരുണ്ടാവുക. പേർഷ്യക്കാരനായതുകൊണ്ട് സൽമാനുൽ ഫാരിസി എന്നാണ് പേര്. അപ്പോൾ അങ്ങനെ അറിയപ്പെട്ട സ്വഹാബികൾ അങ്ങനെ തന്നെ പേരിടും. നമ്മൾ നാട്ടുകാരാണെങ്കിലും ഫാരിസി. സുഹൈബുർ റൂമി, റോമക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു. അന്ന് റോമ എന്ന് പറഞ്ഞാൽ തുർക്കിയാണ് റോമ എന്ന് പറയാം. റോം എന്ന് അന്ന് ഖുർആൻ പറഞ്ഞ ഗുലിബത്തി റൂം എന്നൊക്കെ പറഞ്ഞ തുർക്കിയുടെ പ്രദേശമാണ്, തുർക്കി ഭരണകൂടത്തിനാണ്. റോമൻ സാമ്രാജ്യം, റോമൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് തുർക്കി സംസ്കാരത്തെ സംബന്ധിച്ചാണ്. എന്നല്ലാതെ ഇന്നത്തെ ഗ്രീസും ഇറ്റലിയൊന്നും അല്ലത്. അന്ന് തുർക്കിയാണ് അതിൻ്റെയൊക്കെ ആസ്ഥാനം, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പോലെ. ഓക്കെ, സുഹൈബ് റൂമി നബി തങ്ങളുടെ സുഹാബിയാണ്. യൂറോപ്യനായ സുഹൈബ് റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു. മഹാൻ പറയാൻ, അസ്വലാത്തു മിക്കിയാലുൻ ഫമൻ വഫ വുഫിയല. നിസ്കാരം ഒരു അളവ് മാത്രമാണ്, അത് മുഴുവനായും കൃത്യമായും 1 ഇഞ്ച് പോലും 1 മില്ലി പോലും കുറയാതെ അള്ളാഹു കൊടുത്താൽ അതിൻ്റെ കൃത്യമായ പ്രതിഫലം കുറയാതെ അള്ളാഹു ഇങ്ങോട്ട് തരും. വമൻ തൊഫഫ, അതിലാരെങ്കിലും കുറച്ചാൽ,
അളവിലും തൂക്കത്തിലും കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുമല്ലോ അള്ളാഹു എന്താണ് മുത്തഫിഫീനെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ അളവിലും തൂക്കത്തിലും കുറക്കുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ എന്ന് പറഞ്ഞ് നിർത്തി. ആ പറഞ്ഞ എന്താണ്? വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് കാണിക്കുന്നവർക്ക് വൈലെന്ന നരകമാണെന്ന് ശുദ്ധമായ ഖുർആൻ. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ആലോചിച്ചോളൂ. കച്ചവടം വലിയ നിഅമത്ത് കിട്ടുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. പക്ഷേ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയോ കളവ് പറയുകയോ ചെയ്തുകൊണ്ട് ഒരിക്കലും ആവാൻ പാടില്ല. സത്യസന്ധരായ കച്ചവടക്കാർ അമ്പിയാക്കളുടെ കൂടെ ഇരിക്കാൻ ഭാഗ്യമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ, കച്ചവടത്തിൽ നുണ പറയാതെ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്, അത് ഈസിയല്ല. നുണ പറയാതെ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കച്ചവടക്കാർക്ക് അള്ളാഹു ചാല അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്വഉന്നാസി സരിഖതൻ അല്ലദി യസ്രിഖു മിൻ സ്വലാത്തിഹി, ഹദീസിലുണ്ട്, തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും വലിയ മോശപ്പെട്ട കള്ളൻ പള്ളിയിൽ നിന്ന് ചെരുപ്പ് കൊണ്ടുപോകുന്ന ആളല്ല. മോശപ്പെട്ട കള്ളൻ ആരാന്നറിയോ? സ്വന്തം നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളാണ്. സ്വന്തം നിസ്കാരത്തിൽ നിന്ന്, ആ നിസ്കാരം മുഴുവനായി തക്ബീർ മുതൽ സലാം വരെ മുഴുവൻ അള്ളാഹ്ക്ക് കൊടുക്കാൻ വെച്ചതാ. അതിൽ ദുഹൂർ പോയിപ്പോയി ക്രിക്കറ്റിൻ്റെ ഒപ്പം, എഴുത്തിദാല് പോയിപ്പോയി ഫ്ലൈ എമിറേറ്റ്സിൻ്റെ കൂടെ, അത്തഹിയ്യാത്ത് പോയിപ്പോയി ലോകകപ്പിൻ്റെ കൂടെ. ഇങ്ങനെ മനുഷ്യൻ ഓരോ നിസ്കാരത്തിൻ്റെ ഭാഗങ്ങളും മറ്റാരുടെയോ ചിന്തയിൽ, മറ്റെന്തിൻ്റെയോ ചിന്തയിലായിട്ടങ്ങ് പോയിപ്പോയി. അങ്ങനെ സ്വന്തം നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിച്ചു പോകുന്ന ആളുകളാണ് കള്ളന്മാരിൽ ഏറ്റവും മോശപ്പെട്ട കള്ളന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതൊരു മെറ്റഫറാണ്, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, പക്ഷെ അതിൽ വലിയ അർത്ഥമുണ്ട്. വഹുവല്ലദീ ലാ യുതിമ്മു റുകൂഅഹാ വലാ സുജൂദഹാ, റുകൂഉം സുജൂദും പൂർണ്ണമായിട്ട് ചെയ്യൂല, വലൽ ഖിറാഅത ഫീഹാ, നിസ്കാരത്തിൽ ഓത്തുപോലും ഓതുന്നത് പോലും ശരിക്കും മര്യാദയ്ക്ക് ഓതൂല. ആകെ ഒരു ഖുൽഹുവല്ലാഹു ഇന്നഅതൈനാക മാത്രമേ ചൊല്ലുള്ളൂ നിസ്കാരത്തിൽ. അത് 5 വക്തിൽ അതന്നെ ചൊല്ലുക. അല്ലെങ്കിൽ കിട്ടുന്ന നിസ്കാരത്തിലൊക്കെ എത്ര സൂറത്തുകളുണ്ട്, എത്രയെല്ലാം ആയത്തുകളുണ്ട്. അതൊക്കെ ഒന്ന് ഓതി പരീക്ഷിച്ചുകൂടെ? ഒന്ന് ഓതി നോക്കിക്കൂടെ? ഖുൽഹുവല്ലാഹു ഇന്നഅതൈനാക, ഖലാസ് 2 റക്അത്തിലല്ലേ ഓതു കഴിഞ്ഞു. ഇങ്ങനെ ലാ യുതിമ്മു റുകൂഅഹാ വലാ ഖിറാഅതഹാ, അങ്ങനെ ഓതുന്നത് കുഴപ്പമുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്കൊരല്പമെങ്കിലും ഒരു നിസ്കാരത്തിലൊരു ആനന്ദമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കുറേയല്ലേ, പറ്റുന്നത് ഓർമ്മയുള്ളതും ഓർമ്മയെടുത്തിട്ടും പഠിച്ചിട്ടൊക്കെ നമ്മൾ ഓതണം എന്നല്ല, അതിനോട് മടുപ്പുളവാക്കുന്ന രീതിയിലായി പോവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരത്തിൽ ഖുശൂഅ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിൽ ഖുശൂഅ് വരാൻ വദഉൽ യദിൽ യുംന അലാ കൂഇ ശിമാൽ, ഇടത് കൈയിൻ്റെ കൂഅ് എന്ന് പറഞ്ഞാൽ ഈ റിസ്റ്റിനാണ് കൂഅ് എന്ന് പറയുക. രണ്ട് എല്ല് കാണുന്നില്ല, ഒന്ന് പിടിച്ചു നോക്കി. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പരിഹാരം കാണേണ്ടി വരും ഇല്ലേ? അതിനാണ് കൂഅ് എന്ന് പറയാം. കൂഅ്, കാഫ് വാവ് ഐന്, കൂഅ്. ഈ കൂഇൽ പിടിക്കുക. മുസ്തമാർ മണിബന്ധം എന്ന് പറയും. ഇതൊരു മണിയാണ്, ഒരു ബോൾ പോലെ തോന്നും അല്ലേ? അവിടെ പിടിക്കുക. ഈ 2 വിരലും ഉണ്ട്, നമ്മൾ ചെറിയ വിരലും തമ്പ് കൊണ്ട് അങ്ങനെ പിടിക്കുക. 3 വിരൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഖൽബിൻ്റെ നേരെ താഴെ വെക്കുക. ഹൃദയം ഇടത്തോട്ട് ചേരിയിട്ടാണ്. ഒരുപാട് ഇങ്ങനെ വെക്കണ്ട, നേരെ സെൻട്രൽ ഇങ്ങനെയല്ല, ഒരല്പം ഇടത്തോട്ട് മാറിയിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് അത് അച്ചടക്കത്തിലാവുള്ളൂ. കൈ ഇങ്ങനെയല്ല, കാണുന്നില്ല, ഇങ്ങനെയല്ല, ഈ 3 വിരൽ നേരെ, ഈ 2 വിരലും ഇങ്ങനെ പിടിച്ചിട്ട് 3 വിരൽ ഇങ്ങനെ നേരെ. കറക്റ്റായില്ലേ? ഇവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അടങ്ങി നിന്നോളൂ അവിടെ. അങ്ങനെയാണ് നിൽക്കേണ്ടത്. 1 വന്നദുറു ഇലാ മൗദിഇ സുജൂദിഹി, പിന്നെ നോക്കുന്നത് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാവണം. വഅദമു റഫ്ഉ ബസ്വരിഹി ഇലസ്സമാ, സീലിംഗിലേക്ക് നോക്കരുത്. പള്ളീൻ്റെ നിസ്കരിക്കുന്ന സമയത്ത് മേലോട്ട് നോക്കരുത്. വഅദമുൽ ഇൽതിഫാതി യമീനൻ ഔ ശിമാലൻ, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും നോക്കരുത്. നമ്മുടെ തൊട്ടടുത്തൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിലേക്ക് ഒരു മനുഷ്യൻ കയറി നിന്നു. ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങളുടെ ഖുശൂഅ് നഷ്ടപ്പെട്ടു എന്നാണ്. നിങ്ങളടുത്ത് വന്നൊരാൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, കാരണം നിങ്ങൾ നിസ്കാരത്തിലാണ്. അത് ഗ്യാപ്പ് ചെയ്യുന്നൊരു ഗ്യാപ്പ് ചെയ്യണം, അത് ഫില്ല് ചെയ്യേണ്ട ഒരു ഫില്ല് ചെയ്യണം. അത് നിങ്ങളുടെ നൺ ഓഫ് യുവർ ബിസിനസ്. യു ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ് റാദർ ഇൻ യുവർ സലാ. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പോയി അവിടെ. വഅദമുൽ ഹറകത്തി വൽ അബസി വൽ ഇഷ്തിഗാൽ ബിൽ മലാബിസി വഗൈരിഹ, ഡ്രസ്സിലോ വസ്ത്രത്തിലോ വാച്ചുമലോ മോണുമലോ ഒന്നും എന്ത് ചെയ്യരുത്, ശ്രദ്ധ പോകരുത്. വഅദമു ഫർഖഅത്തിൽ അസ്വാബിഇ ഔ തശ്ബീകിഹ, കൈ പൊട്ടിക്കരുത്, വിരൽ പൊട്ടിക്കരുത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ.
ഫകുല്ലു ഹാദാ യുനാഫിൽ ഖുശൂ', അതൊക്കെ ഖുശൂഇന് വിരുദ്ധമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, പുണ്യനബി തങ്ങളുടെ എളാപ്പയുടെ മോനാണ്, ഖുർആൻ മുഫസ്സിരീങ്ങളുടെ നേതാവ്. റകഅതാനി ഫീ തഫക്കുരിൻ, അല്ലാഹുവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹിൻ, മനസ്സുകൊണ്ട് ശ്രദ്ധയില്ലാതെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളൊക്കെ നിങ്ങൾ 2 റക്അത്ത് അല്ലാഹുവിനെക്കുറിച്ച് ഓർത്ത് നിസ്കരിക്കുന്നതായിരിക്കും ഖൈറ്. മറ്റേ നിങ്ങൾ നിസ്കരിച്ചു, രാത്രി നിസ്കരിച്ചു, ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ പിശാച് കയറി വരും, പൈശാചികമായ ചിന്തകൾ വരും, പകപോക്കുന്നതിനെക്കുറിച്ചും വൈരാഗ്യം തീർക്കുന്നതിനെക്കുറിച്ചും വരെ ചിന്ത വരും. അങ്ങനെയുള്ള ചിന്തകൾ വന്ന് നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വൽ ഖൽബു ലാഹിൻ, ഹൃദയം വളരെ അശ്രദ്ധമാണ്, അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും ഖൈർ 2 റക്അത്ത് ഫീ തഫക്കുരിൻ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിസ്കരിക്കലാണ്. ഇന്നല്ലാഹ യൻസബു വജ്ഹഹു ലിഅബ്ദിഹി ഫീ സ്വലാത്തി, ഇത് വല്ലാത്തൊരു ഹദീസാണ്, മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്നല്ലാഹ യൻസബു വജ്ഹഹു ലിവജ്ഹി അബ്ദി, അല്ലാഹു റബ്ബിൻ്റെ വജ്ഹ് നിസ്കരിക്കുന്നവൻ്റെ മുഖത്തേക്ക് അല്ലാഹു തിരിക്കും. കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലാഹുവിൻ്റെ വജ്ഹ് തിരിക്കാൻ അല്ലാഹുക്ക് കഴിയും. ഒരേ സമയം നമുക്ക് ഒരു സമയം ഒരാളുടെ നേരെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഒരാൾക്ക് നേരെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ വജ്ഹ് നിസ്കരിക്കുന്ന ആളുടെ മുഖത്തേക്ക് അള്ളാഹു തിരിച്ചു വെക്കും. ഫീ സ്വലാത്തിഹി, അവൻ നിസ്കരിക്കുമ്പോൾ മാലം യൽതഫിത്, ആ മനുഷ്യൻ മുഖം തിരിക്കുന്നത് വരെ. ശരിക്കും മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയുമ്പോഴാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാം, അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ വജ്ഹും തിരിക്കും. അതുവരെ നിങ്ങൾ പറയുന്നതിലേക്ക് അള്ളാഹു ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു മാനേജർ, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിൽ കാര്യം പറയുമ്പോൾ അദ്ദേഹം ശരിക്കും ഇങ്ങനെ കൗതുകത്തോടെ ശ്രദ്ധിച്ച് കേൾക്കുന്നു. എന്നാൽ ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് അള്ളാഹു. നിങ്ങൾ മുഖം തിരിക്കുമ്പോഴേ അള്ളാഹു മുഖം തിരിക്കുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് മീറ്റിംഗ് സ്റ്റാർട്ടായി എന്നാണ് ഈ പറയുന്നത്. ദാ ക്ലോക്ക് ഈസ് റണ്ണിങ്, നിങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇനി ഒഫീഷ്യൽ ടൈമാണ്. ഈ ഒഫീഷ്യൽ ടൈമിനിടയിൽ അൺനെസറി തോട്ട്സുകൾ കൊണ്ടുവരരുത്. മനസ്സിനെ ഏകാഗ്രതമായി കൊണ്ടുവരിക. അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അറബി അറിയുന്നവർ മുഴുവൻ ചൊല്ലുന്നതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അറബി അറിയാത്തവരാണെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് എന്ന ഓർമ്മ ഉണ്ടാവുക. പിന്നെ പുണ്യനബി ഞങ്ങൾ പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്, സ്വലാത്തൽ മുവദ്ദിഅ. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്ന നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് ഓർമ്മ ഉണ്ടാവുക. ഇനിയൊരു നിസ്കാരത്തിന് ഉണ്ടാവില്ല, ഇനിയൊരു നിസ്കാരത്തിന് ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഇശാ നിസ്കരിച്ചു, സുബഹിക്ക് ഞാൻ ഔട്ടായിട്ടുണ്ടാവും. സുബഹി നിസ്കരിച്ചു, ളുഹറിന് ഞാൻ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ നിസ്കാരവും അവസാനത്തേതാണ്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യും. അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്താണ്. മരണം എപ്പോഴാണെന്ന് അള്ളാഹു അറിയിച്ചു തന്നില്ല. മരണം ഒരാൾക്കറിയും, നീ മരിക്കണത് 72-ലാണ്, അപ്പോൾ 71.75 കുരുത്തക്കേട് കളിച്ചിട്ട് 72-ൻ്റെ ലാസ്റ്റിലും തൗബ ചെയ്താൽ മതിയല്ലോ, അള്ളാഹ് തൗബ സ്വീകരിക്കുമല്ലോ, അങ്ങനെ ജീവിക്കും. അള്ളാഹു തആല അതിനൊരവസരം തന്നിട്ടില്ല. സമയം അറിയിച്ചു തന്നിരുന്നെങ്കിൽ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അൺനോൺ, ആർക്കും അറിയില്ല എപ്പോഴാണെന്ന്, എപ്പോഴും റെഡിയാണ്. അതുകൊണ്ട് റബ്ബേ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. സ്വലാത്തൽ മുവദ്ദിഅ, ദുനിയാവിനോട് യാത്ര ചോദിക്കുന്ന അവസാനത്തെ നിസ്കാരമാണ്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിമല്ല, മഹാനവറുകൾ അന്ന് തൂക്കിലേറ്റുമ്പോൾ ഖുബൈബ് തങ്ങൾ ചോദിച്ചു, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെ എന്ന്. ചരിത്രം അറിയാലോ. അങ്ങനെ നിസ്കരിച്ചു. ഹുവല്ലദീ ഹുവ അവ്വലു മൻ സന്ന റക്അത്തൈനി, എന്താണ് സബ്റൻ ഒരു മനുഷ്യനെ ജയിലിലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് കൊല്ലുക എന്നാണ്. അങ്ങനെ സബ്റൻ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, മരണത്തിൻ്റെ മുമ്പ് തൂക്കിലേറ്റുകയാണെങ്കിൽ അതിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട് എന്ന നിസ്കാരം കൊണ്ടുവന്നത് ഖുബൈബ് എന്നവരാണ്. തങ്ങളുടെ ഒരു ഹദീസിലും കാണാൻ പറ്റില്ല തൂക്കിക്കൊല്ലാൻ പോവുകയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചോളി, അങ്ങനെയില്ല. പക്ഷെ അത് കൊണ്ടുവന്നാരാ? ഖുബൈബ് തങ്ങളാണ്. ഒരു കുഴപ്പമില്ല, അസ്ഹാബുകളാണ്, മുശർരിഈങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കൺമുമ്പിലാണ് ഇതൊക്കെ നടക്കുന്നത്. തങ്ങൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ തങ്ങൾ ഹെൽപ്ലെസ് ആയിരുന്നു. തങ്ങൾ മക്കക്കാർ തങ്ങൾക്കെതിരായിരുന്നു എന്ന്. ഖുബൈബ് എന്നവരെ നിസ്കാരം വീട്ടിയിട്ട് ഒരു ഡയലോഗും കൂടെ പറഞ്ഞു. അത് മനോഹരമാണ്. ഒരു കവിത ചൊല്ലി, അതതിലും വലിയ അത്ഭുതമാണ്. പേടിക്കുമാർക്കും കവിത ചൊല്ലാൻ പറ്റുമോ?
മരിക്കാൻ പോവാണ്. വളരെ മനോഹരമായ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ കുല്ലി വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ വദാലിക ഫീ ദാതിൽ ഇലാഹി വഇൻ യശ യുബാരിക് അലാ ഔസാലിസ് സിൽവിൻ മുമസ്സഇ. നല്ല കട്ടിയുള്ള വാക്കുകളാണത്. അറബ് സാഹിത്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന വരികളാണ്. അതും പ്രാസപ്പിച്ചിട്ടാണ്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശിഖ്ഖിൻ കാന ലില്ലാഹി മസ്റഇ. ഐന അവസാനിക്കുന്നത്. ഞാൻ എങ്ങനെ എന്നെ കൊന്നാലും എനിക്ക് പ്രശ്നം, ഞാൻ മുസ്ലിമാണല്ലോ, എനിക്ക് എന്താ പ്രശ്നം? വദാലിക ഫീ ദാതിൽ ഇലാഹി വഇൻ യശ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഇ. അള്ളാഹ്ക്ക് വേണ്ടിയല്ല ഇനി എന്നെ കൊന്നു കളഞ്ഞിട്ട് എന്നെ കഷ്ണം കഷ്ണാക്കിയെന്ന് വിചാരിക്കുക. എൻ്റെ ഓരോ മുറിക്കപ്പെടുന്ന കഷ്ണങ്ങൾക്കും ബർക്കത്ത് തരാൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ. മതി, എനിക്ക് പ്രശ്നമില്ല. എന്നിട്ട് പറഞ്ഞു, മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ നിസ്കാരം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ കുറച്ച് നീട്ടി നിസ്കരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ പറയും മരിക്കാൻ പേടിയായിട്ട് നീട്ടി നിസ്കരിച്ചതാണെന്ന്, അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാട്ടോ. മാഷാ അല്ലാഹ്. അതാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു സ്വല്ലി സ്വലാത്തുൽ മുവദ്ദിഅ. ദുനിയാവിനോട് യാത്ര ചോദിക്കുന്ന നിസ്കാരം നിസ്കരിക്കാൻ. ഏത് ബോധമില്ലാത്ത മനുഷ്യന് നിസ്കാരത്തിൽ ബോധം വരും. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്വലാ. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ചെയ്തോ, പോവാണ്. അതാണ് ഏറ്റവും വലിയ മരുന്ന്. നിസ്കാരത്തിൽ ശ്രദ്ധ വരാൻ ഹബീബിൻ്റെ ഈ ഒരൊറ്റ ഹദീസ് ഓർമ്മ വന്നാൽ മതി. ദുനിയാവിനോട് യാത്ര ചോദിക്കുകയാണ്, ഗുഡ് ബൈ, ഇനി ഞാൻ ആഖിറത്തിലേക്ക് പോവാണ്. ഇതൊരു റിയാലിറ്റിയാണ്. പേടിയുണ്ടോ പറയുമ്പോൾ? പേടി വരുന്നുണ്ടോ? പേടി കുറച്ചൊക്കെ പേടി വേണം. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നരകമെന്ന് പറയാൻ പാടില്ല. ഇവിടെ കുട്ടിക്ക് പേടി വന്നാൽ പിറ്റേന്ന് കംപ്ലയിൻറ്റ് വരും, എൻ്റെ കുട്ടി ഇന്നലെ ഉറങ്ങിയില്ല, ക്ലാസ്സിൽ നരകമെന്ന് പറഞ്ഞു, കുട്ടി ഷെയ്ത്താന്ന് പറഞ്ഞു, കുട്ടിക്ക് ബാത്റൂം പോകാൻ പേടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കഥ ഉണ്ടാക്കി പറയും, ഭയങ്കര ഇഷ്യൂ ആക്കും. പക്ഷെ അതൊക്കെ പറയേണ്ട പ്രായമാകുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഇവരിപ്പോൾ ഹൊറർ ഫിലിമൊക്കെ കാണില്ലേ കുട്ടികൾ, അങ്ങനത്തെ വെടി വെച്ച് കൊന്ന് പീസാക്കണ ഗെയിം കളിക്കണില്ല, ഒരു പേടിയില്ല. നാളെ നരകണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു, ഒന്നും ഉറക്കല്ല, പിറ്റേന്ന് സ്കൂൾക്ക് വരില്ല, ടീച്ചർ പറഞ്ഞ് പേടിപ്പിച്ചു. അതാണ് കാലഘട്ടം. യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. അള്ളാഹുവിൻ്റെ നഫ്സ് പറഞ്ഞുകൊണ്ട് അള്ളാനെ തന്നെ നിങ്ങൾക്ക് പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അള്ളാഹ് റഹ്മാനാണ്. പക്ഷെ കുരുത്തക്കടം കളിച്ച് വന്നാൽ നല്ല പണി തരുട്ടോ. അള്ളാഹുവിനെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. അള്ളാഹു റബ്ബിൻ്റെ നഫ്സിനെ തന്നെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. അതുള്ളതാണ്, ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെയാണ് പറയാം. പ്രൊഫഷണൽ ലോകം എന്ന് പറഞ്ഞാൽ എന്താ ഈ പ്രൊഫഷണൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കരുണ ഉണ്ടാവില്ല, പണി മര്യാദ എടുക്കണമെന്ന്. നിങ്ങൾ 50 കൊല്ലം ജോലിയെടുത്ത കമ്പനിയാണ്, 51ാമത്തെ കൊല്ലം നിങ്ങൾ ചോദിക്കാതെ ഇറങ്ങിപ്പോയി, പിരിച്ചാണ് വിടും. 50 കൊല്ലം പണിയെടുത്തില്ലേ ഈ പ്രൊഫഷണൽ ലോകത്ത്? നിങ്ങൾക്ക് അസുഖമെന്ന് പറഞ്ഞു, കുറേ മെഡിക്കൽ ലീവ് കുറച്ച് കൂടി, കമ്പനി പറയും ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് പുതുക്കാൻ പ്രയാസമുണ്ട്, ഇതുവരെ ചെയ്ത ജോലിക്ക് നന്ദി എന്ന് പറയും. എന്തേ? ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, അതിൽ നിങ്ങളെ പറ്റൂല, ഞങ്ങൾ അടുത്ത ആളെ വെക്കും. എന്നല്ല, നിങ്ങളെന്ന വ്യക്തിയല്ല നമുക്ക് വേണ്ടത്, നിങ്ങളുടെ പെർഫോമൻസ് മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ, ആ പെർഫോമൻസിലാണ് ഞങ്ങൾ ശമ്പളം തരുന്നത്. അത് എപ്പോൾ കുറയുന്നുവോ നിങ്ങളെ തട്ടും. എന്നാലും ഞാൻ 50 കൊല്ലപ്പം നിന്ന് അതൊന്നും ഇവിടെ നോക്കൂല. ഈ കാലഘട്ടം അങ്ങനെയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റഹ്മാനാണ്, ഇങ്ങനെയൊന്നും അള്ളാഹ് ചെയ്യൂല. അള്ളാഹ് റഹ്മാനാണ്, അള്ളാഹ് കാരുണ്യവാനാണ്. അള്ളാഹു നിങ്ങളുടെ അവസരങ്ങൾ നോക്കും, എഴുതുറുണ്ടോ, എക്സ്ക്യൂസുകളുണ്ടോ, ഒക്കെ നോക്കും. റബ്ബിനോട് തൗബ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ പുറത്തു വരും ചെയ്യും. തൗബല്ല, കുരുത്തക്കേട് ചെയ്തുകൊണ്ടേ നടക്കുകയാണ്. യുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ. നിങ്ങൾ അള്ളാഹിനെ പേടിച്ചോളി. അള്ളാഹു റബ്ബിൻ്റെ നഫ്സിനെ തന്നെ പേടിപ്പിക്കുകയാണ്. അതൊരു റിയാലിറ്റിയാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നമുക്ക് മരിച്ചുകൊണ്ടേ. മരണം എന്ന് പറയുമ്പോഴേക്കും ഈ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നു. എന്ത് നെഗറ്റീവ്? ഇത് നെഗറ്റീവാണ്, പോസിറ്റീവാണ്, ഇതൊരു റിയാലിറ്റിയാണ് അല്ലേ? നെഗറ്റീവ് അടിക്കല്ലേ എന്ന് പറയും ചില ആൾക്കാർ. അങ്ങനെ പറയാം, ഇപ്പം മരണമെന്നൊന്നും പറയല്ലേ, നെഗറ്റീവായി പോകുന്നു. ഫുൾ ടൈം വൈബിലിങ്ങനെ നടന്നാൽ മതി. ഇതൊരു നമ്മൾ അനുഭവിക്കാൻ പോകുന്ന റിയാലിറ്റിയാണ്.
നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ, അതിനെ ഉൾക്കൊണ്ടേ മതിയാവൂ. അത് നിങ്ങൾ എന്ത് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും കാര്യമില്ല. അത് റിയാലിറ്റി. യു ഹാവ് ടു ഫേസ് ആൻ എക്സാം. ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അല്ല എന്ത് ചെയ്യും? എക്സാം ഉണ്ടോ, നെഗറ്റീവ് അടിക്കല്ലേ. എന്ത് നെഗറ്റീവ്? നാളെ എക്സാം ഉണ്ട്, പഠിക്കുമോനെ, അതല്ലേ പറയാ. ഒരു എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. യു ബെറ്റർ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്, ഫേസ് ഇറ്റ്. അതുകൊണ്ട് നമ്മുടെ മരണശേഷം ഇങ്ങനെ സംഭവങ്ങൾ നടക്കാൻ പോകുന്നുവെന്ന് ആകാശ ലോകത്തുനിന്ന് വഹീ കിട്ടിയ ലോകത്തിൻ്റെ അമ്പിയാക്കന്മാർ മുഴുവൻ പഠിപ്പിച്ചു. ഖാത്തിമുർ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്ക് തന്നു. എന്തൊക്കെയാണ് നടക്കാൻ പോണത്, ഒരുപാട് തെളിവുകളും കാണിച്ചെന്നു. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് നോക്കുകയാണ്. മാലം യൽതഫിത്, ഒരു മനുഷ്യൻ മുഖം തിരിക്കുന്നത് വരെ. ഇയ്യാക വൽ ഇൽതിഫാത്ത്, ഇയ്യാക വൽ ഇൽതിഫാത ഫി സ്വലാത്തി ഫഇന്നഹു ഹലക. നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കരുതേ, അത് നാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ രണ്ട് ഇൽതിഫാത്ത് ആലിമീങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ജസദിയായിട്ട് മുഖം തിരിക്കൽ മാത്രമല്ല, ഖൽബ് കൊണ്ട് തിരിക്കുക. ഖൽബ് കൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്ന് പോയി അങ്ങനെ ഒരിക്കലും ആവരുത്. അതുകൊണ്ട് ഞാൻ പറയുന്ന നിസ്കാരത്തിന് ഫർളിന് പ്രത്യേകിച്ചും ടൈം കണ്ടെത്തിയേ മതിയാവും. അതിൻ്റെ ഒരു സ്പേസ് വേണം. അതിന് ഒരു മനസ്സമാധാനത്തിൽ നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നിസ്കാര സമയം ഒക്കെ മാറ്റിവെക്ക്. ഒരു ചിന്തയും നമ്മൾ ഇൻ്റർഫിയർ ചെയ്യരുത്. സമയമുണ്ടല്ലോ, ദീർഘമായിട്ട് നിസ്കരിക്കാൻ നേരമുണ്ടോ, അങ്ങനെ നിസ്കരിച്ചോ. കുറഞ്ഞ സമയമേ ഫർളുകൾ മാത്രം എടുത്ത് ചുരുക്കി നിസ്കരിച്ചോളൂ. പക്ഷേ അത് പെർഫെക്റ്റ് ആയിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബസ് പോകുമോ, ട്രെയിൻ, ഇതൊന്നും അപ്പോൾ ചിന്തിക്കേണ്ട. നമ്മൾ ദുന്യാവും അതിൻ്റെ ചിന്തകളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മുസ്ലിമീങ്ങൾ നിസ്കരിച്ചാൽ എന്തൊരു റാഹത്തുണ്ടാവും മനസ്സിന്. അള്ളാഹു കൂലി പൂർത്തിയാക്കി തരുന്നതാണ്. ഇത് അളവ് പോലെ 1 ലിറ്റർ കൊടുത്തിട്ട് ആകെ 5 മില്ലില്ല, പിന്നെ എങ്ങനെയാണ് കൂലി കിട്ടുക? ബാക്കി മുഴുവൻ കാട്ടിക്കൂട്ടലാണ്. നമ്മൾ ചെയ്യുന്നു. ഫർളും റുക്കൂഉം സുജൂദും തശഹുദും കലിമാത്തുകളും അക്ഷരങ്ങളും മഖ്റജും ഒക്കെ കൃത്യമാണ്. ഖൽബ് കൊണ്ട് അള്ളാഹ് മഹാനവറുകൾ പറയുന്ന ഒരു 5 തരത്തിലുള്ള നിസ്കാരമൊക്കെ നമുക്ക് അടുത്ത ആഴ്ച പറയാം. അതിലെങ്ങനെ പറയാം? 5-ാമത്തെ അള്ളാഹുവിലേക്ക് തഖറുബ് കിട്ടുന്ന നിസ്കാരക്കാരെന്ന് പറയുന്നത് ഖൽബിനെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ആ ഖൽബിൽ റബ്ബേ നീയാണ്. റുക്കൂഉം സുജൂദും വൃത്തിയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഖൽബും കൂടെ അള്ളാഹുവിന് കൊടുത്തു. ആ നിസ്കാരമേ അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുന്നുള്ളൂ. ചില നിസ്കാരത്തെക്കുറിച്ച് മുഹാസബുൻ, അള്ളാഹ് ഹിസാബ് ചെയ്യും. ചിലതിനെ പറ്റി പറഞ്ഞു മുആച്ചബുൻ, ഒരു കാര്യമില്ല. ചിലത് പറഞ്ഞു മുസാബുൻ, കൂലി കിട്ടും, കുഴപ്പമില്ല. മറ്റേത് മുഖർരിബുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അൽഖാ ഖൽബഹു ബൈന യദൈ റബ്ബി, അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ഖൽബിട്ട് കൊടുത്തു. റബ്ബിൻ്റെ മുമ്പിൽ ഖൽബ് വെച്ചു. ഹൃദയമാണ് വിഷയം. ശരിക്ക് ആ വിഷയത്തെ ആലോചിക്കുക. ഹൃദയം ലൗ ഖശഅ ഹാദാ ലഖശഅത്തിൽ ജവാരിഹ്. ഹൃദയം അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ട് കഴിഞ്ഞാൽ കൈകാലുകളും മറ്റൊക്കെ ഉണ്ട്. കുട്ടികളും മക്കളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ദേഹത്തൂടെ കയറി മറിഞ്ഞാലും, മുമ്പിലൂടെ ഒരു ജാഥ സിന്ദാബാദ് വിളിച്ചു പോയാലും, എന്ത് ബഹളങ്ങളുണ്ടായാലും നിസ്കരിക്കുന്ന മനുഷ്യനെ അത് ബാധിക്കാതിരിക്കണമെന്നാണ്. മുസ്ലിം ഇബ്നു യസാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയാൻ ഒരു പില്ലറങ്ങട്ട് ഉസ്തുവാനത്ത് തന്നെ അന്നത്തെ പില്ലറാണ്. ഒരു പില്ലറങ്ങ് മറിഞ്ഞ് വീണിട്ട് ബിൽഡിങ്ങ് കൊളാപ്സ് ആയിരുന്നു പള്ളിൻ്റെ ഉള്ളിൽ. കുറേ ആൾക്കാർ ഇറങ്ങി ഓടിയിട്ടുണ്ട്. മഹാനവറുകൾ മാത്രം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവർ കൂളായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സലാം വീട്ടി നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടി മൗമൂമില്ല. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഓടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ വീഴ്ച പോലും അറിഞ്ഞിട്ടില്ല. അബൂ ഹനീഫ തങ്ങളെ സംബന്ധിച്ച് പറയേണ്ട ഒരു പള്ളിയുടെ ഒരു ജുസ് ഒന്നാകെ വീണുപോയിരുന്നു, മഹാനവർ അറിഞ്ഞിട്ടില്ല. മുസ്ലിം ഇബ്നു യസാർ തങ്ങൾ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അത് ഭയങ്കരമായ ഹൈ ലെവൽ ഓഫ് കോൺസെൻട്രേഷൻ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആരിഫീങ്ങളുടെ നിസ്കാരത്തിലെ ഖുശൂവിനെ കുറിച്ച് ആലോചിച്ചാൽ, പടച്ചോനെ, ഈസ് ഇറ്റ് പോസിബിൾ ഇൻ ഹ്യൂമൻ കപ്പാസിറ്റി? എങ്ങനെ ഇതൊക്കെ ചെയ്തു? നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നിസ്കാരമോ. അലി ഇബ്നു ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒളു എടുത്ത് വന്നു കഴിയുമ്പോൾ മുഖം കണ്ട് മഞ്ഞയാവുന്നു. അപ്പോൾ എന്തേ നിങ്ങളിങ്ങനെ? അചദറൂന ബൈന യദൈ മൻ അഖൂം, ഞാൻ ആരുടെ മുമ്പിലാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയോ? അള്ളാഹിൻ്റെ മുമ്പിലേക്കാണ്. പിന്നെ ഞാൻ പേടിക്കണ്ടേ എന്ന് പറഞ്ഞ സയ്യിദാണ്, തങ്ങളാണ് അലി ഇബ്നുൽ ഹുസൈൻ. അലിയാർ തങ്ങളുടെ മകൻ, ഹുസൈൻ എന്നവരുടെ മകൻ അലിയാർ തങ്ങൾ. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി
റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അള്ളാഹു നമുക്ക് ഖുശൂ നൽകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു നമ്മുടെ നിസ്കാരം നന്നാക്കിയെടുക്കാൻ ഉപകാരപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ നിസ്കാരത്തിൽ വന്ന അപാകതകളും അശ്രദ്ധകളും അള്ളാഹു പുറത്തു തരികയും പരിഹരിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങളുടെ ഉമ്മാനെയൊക്കെ ഓർക്കുക, അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. قال أن رسول الله صلى الله عليه وسلم قال إن الله لا ينظر إلى صوركم وأموالكم ولكن ينظر إلى قلوبكم وأعمالكم. റവാഹു മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞത് ഹദീസ് കളക്ട് ചെയ്ത ഇമാമിൻ്റെ പേരാണ് മുസ്ലിം ഇബിൻ ഹജ്ജാജ് അൽ നൈസാബൂരി. ഇറാൻകാരനാണ് മുസ്ലിം ഹജ്ജാജ് നൈസാബൂരി. ഇവരുടെ പേര് അങ്ങനെയാണ്, മഹാനവരുടെ പേര് മുസ്ലിം ഇബിൻ ഹജ്ജാജ് അൽ നൈസാബൂരി. മഹാനവറുകൾ ഒരു രാത്രിയിൽ ഹദീസ് എഴുതിക്കൊണ്ടിരിക്കെ പച്ച ഈത്തപ്പഴണ്ടല്ലോ, റുത്തബ്, ഒരു നമ്മൾ ചെനച്ചതെന്നൊക്കെ പറയില്ലേ, മലപ്പുറത്ത് അങ്ങനെ പറയും, എന്താ പറയല് അല്ലേ, ഒരു മഞ്ഞ നിറത്തിലെ കറുമുറു, നല്ല രസമല്ലേ. പഴുത്ത് അളിഞ്ഞതല്ല, ആ ഒരു കറുമുറു, ഒരു പഴുത്ത് വരുന്ന അത് അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. രാത്രി പാതിരാത്രിയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് മഹാനവറുകൾ ഹദീസ് എഴുതാണ്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചു. ഇത് കുറേ കഴിക്കാൻ പാടില്ല, ഭയങ്കര ചൂടാണ്. മഹാനവറുകൾ വഫാത്താകുന്നത് അന്ന് രാത്രിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുക. അന്നൊരു സംവാദം ഉണ്ടായിരുന്നു. ആ സംവാദത്തിന് മഹാനവറുകൾ ഹദീസുകൾ ദലീലുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാത്രി കുറച്ച് ഉറക്കൊഴിച്ചു. അപ്പോൾ ഈ പച്ച റുത്തബ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കഴിച്ചുകൊണ്ടിരുന്ന മഹാനവറുകൾ സുബിയായപ്പോൾ ഇത് വഫാത്താവാണ് ചെയ്തതാണ്. അപ്പോൾ അതേ സംബന്ധിച്ച് അന്ന് പറയുന്നത് അങ്ങനെ ബോഡി ഹീറ്റായിട്ടോ എന്തോ അറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെ അതിങ്ങനെ കഴിച്ചു. കുറേ കഴിക്കണ്ട. മഹാനവറുകൾ ഹദീസിൻ്റെ ഖിദ്മത്തിലായിട്ടാണ് വഫാത്താകുന്നത്. അതാണ് അവിടുത്തെ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഹദീസുകൾക്ക് വേണ്ടി വലിയ സമയം ചെലവഴിച്ചു. സ്വഹീഹായ ഹദീസുകൾ മാത്രം കളക്ട് ചെയ്തു. ഈ ഹദീസ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ എന്താ, അവർ ഹദീസ് ക്രോഡീകരിക്കൽ അവരുടെ ജോലി, അവരെഴുതുന്നതല്ല. അതിൻ്റെ റിലയബിൾ സോഴ്സിൽ നിന്ന് മശായിഖന്മാരെ കണ്ട് സത്യസന്ധരാണെന്നവരുടെ ബയോഗ്രഫി പഠിച്ച് ബോധ്യപ്പെട്ട ആളുകളിൽ നിന്ന് ആ ഹദീസ് നിബിധങ്ങളിലേക്കുള്ള ചെയിൻ 2, 3, 4 ആളുകളുണ്ടാവും തങ്ങളിലേക്ക് എത്തുമ്പോൾ. കാരണം ഇവർ ഹിജ്റയുടെ 2-ാം നൂറ്റാണ്ടുകാരാണ്. ഹിജ്റ 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിലാണ് ഹദീസിൻ്റെ ക്രോഡീകരണം നടക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നിബിധങ്ങളിലേക്ക് 3, 4, ചിലപ്പോൾ 6, ഏതായാലും 6, 7 ആളുകളെ മാക്സിമം വരൂ. ജനറേഷൻ ഗ്യാപ്പ് അത്ര കുറച്ചല്ലേ ഉള്ളൂ. അതാണ് മുസ്ലിം എന്ന് പറയുന്നത്. പെട്ടെന്ന് മുസ്ലിം എന്താ മുസ്ലിം എന്നൊക്കെ തോന്നും. അത് പേരാണ്. ഒരു വാപ്പ മോനിട്ട പേരതാ മുസ്ലിം. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, അവൻ്റെ പേര് ഇസ്ലാം എന്നാണ്, അമേരിക്കക്കാരനാണ്, അവൻ്റെ പേര് ഇസ്ലാം എന്നാണ്, കുട്ടീൻ്റെ പേരതാണ്. എന്ത് അപ്പോൾ മുസ്ലിം ഇബിൻ ഹജ്ജാജ് അൻ നൈസാബൂരി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. മുത്തുനബി തങ്ങൾ പറയാൻ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അള്ളാഹു നോക്കുന്നേ ഇല്ല. വലാകിൻ, പിന്നെയോ, യൻദുറു, അള്ളാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ മനസ്സിലെ നീയത്ത്, ഇത് അള്ളാഹു നോക്കും. എന്നല്ല നിങ്ങളുടെ രൂപം. ഇപ്പം ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് മേക്കപ്പും വല്ലാണ്ട്, ചെറിയ മക്കളടക്കം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് പുറത്തിറങ്ങൂല. അല്ലെങ്കിൽ ഉമ്മച്ചിയെ ചുരുക്കയക്കണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുക. എന്തേ, കുട്ടികൾക്ക് ഭയങ്കര അതൊരു എല്ലാ ജനറേഷനിലും ഉണ്ടാവും. പക്ഷെ കൂടുതലായിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, ഓവറായിട്ട് വേണ്ട. ഖബറിലേക്ക് കൊണ്ടുപോക്കാൻ പോകുന്ന സാധനമാണിത്. ഓക്കെ, അള്ളാഹു ഇതിലേക്കൊന്നും റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നത് നിങ്ങളുടെ ഖൽബിലേക്കാണ്, പിന്നെ നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ്. നിങ്ങളുടെ ലുക്ക് എന്താണ്, നിങ്ങളുടെ ബ്രാൻഡ് കുപ്പായം ബാൽമൻ പാരീസാണ്, ഇതൊന്നും അള്ളാഹ് നോക്കണില്ല. നിങ്ങളിത് ലോക്കൽ ബ്രാൻഡ് ഇട്ട് നടന്നു, അതൊന്നും അള്ളാൻ്റെ മുമ്പിൽ ഇത് വിഷയമുള്ള കാര്യമല്ല. നിങ്ങളുടെ ബ്രാൻഡ് അള്ളാഹു നോക്കുന്നില്ല. നിങ്ങളുടെ വാച്ച് ചെയ്ത് കമ്പനിയാണ്. ചിലർക്ക് റോളക്സ് കെട്ടിയിടുന്നാൽ ചോദിക്കാൻ അവർക്ക് ഭയങ്കര സങ്കടമാവും. ഇത് റോളക്സ് അല്ല കേട്ടോ, ഇത് വേറെ. അപ്പോൾ എന്ത് വെച്ചാൽ എത്ര ലക്ഷം ഉറുപ്പ്യാണത്? 1 ലക്ഷം ദിർഹമിനൊക്കെ, 1.5 ലക്ഷം 2 ലക്ഷം ദിർഹമിനൊക്കെയാണ് വാച്ചുകൾ. അതിലും വലിയ വിലയുള്ളുണ്ട് കേട്ടോ. 3 മില്യനൊക്കെ വാച്ചുകളുണ്ട്. ആകെ ഓൽക്കും സമയം 5 മിനിറ്റ് തന്നെ, നമുക്കും 5 മിനിറ്റ് കണക്ക് തന്നെയാണ്. നല്ല ആ വാച്ചിനനുസരിച്ച് ടൈം വേറെ കിട്ടുന്നില്ലല്ലോ, 24 മണിക്കൂറേ അവർക്കും ഉള്ളൂ. അപ്പോൾ അതൊന്നും അള്ളാഹ് നോക്കണില്ല, പടച്ചോൻ നോക്കും നിങ്ങളുടെ ഖൽബിലേക്കാണ്.
ഇത് ശരിക്ക് ഇത് വല്ലാത്തൊരു ഒരു 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 അത്ഭുതപ്പെടുത്തുന്ന ആശയമാണ്. അതുകൊണ്ട് സാധാരണക്കാരനും മുതലാളിയും VIP-യും പിന്നെ അല്ലാത്തവരും ഒക്കെ അള്ളാൻ്റെ മുമ്പിൽ ലൈക്ക് ദ ടീത്ത് ഓഫ് എ കംപ്, നമ്മുടെ ചീർപ്പിൻ്റെ പല്ല് പോലെയാണെന്ന്. ആ ലെവലിൽ ഒരേപോലെ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബ്രാൻഡ് എന്തതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. ഒരു മനുഷ്യൻ ബ്രാൻഡ് ധരിക്കുന്നതുകൊണ്ട് മോശം ഉണ്ടായിട്ടല്ലേ. അള്ളാഹുവിൻ്റെ നിഅമത്ത് കാണുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ട്, നല്ല ബ്രാൻഡ് ധരിച്ചോളൂ, അഹങ്കരിക്കാൻ ഞാൻ മതി. നിങ്ങൾക്ക് പൈസ ഉണ്ടെന്ന് കയറി പറഞ്ഞ് ലോക്കലിട്ട് അടക്കുക, അങ്ങനെ ചെയ്യേണ്ട. അത് പിഷ്കന്മാരെ പരിപാടിയാണ്. ഒരു ജീവിക്കൂല, അനുഭവിക്കൂല. ഹലാല അനുഭവിക്കാമല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ബ്രാൻഡുകളോ നിങ്ങളുടെ വാഹനമോ നിങ്ങളുടെ വീടോ നിങ്ങളുടെ പത്രാസോ ഇതൊന്നും അള്ളാഹ് നോക്കണില്ല. അള്ളാഹ് നോക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ കർമ്മത്തിലേക്കുമാണ്. അത് നിങ്ങൾ ശരിയാക്കിക്കോളി. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷേ നാവ് തുറന്നാൽ ചെവി കേൾക്കാൻ പറ്റാത്ത വർത്താനം പറയുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫിത്ന ഉണ്ടാക്കുന്ന പണിയേ ചെയ്യുള്ളൂ. എന്ത് കാര്യം അതുകൊണ്ട് ഹൃദയവും കർമ്മവും നിങ്ങൾ ശുദ്ധിയാക്കണേ. അള്ളാഹുവിൻ്റെ മഹല്ലിൻ നദർ അവിടെയാണ്, അള്ളാഹു നോക്കുന്നത് അങ്ങോട്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. മനസ്സിലായല്ലോ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യൻദുറു അല്ലാഹു നോക്കുന്നില്ല, ഇലാ സുവരിക്കും നിങ്ങളുടെ സൂറത്തിലേക്ക് നോക്കുന്നില്ല, വഅംവാലിക്കും നിങ്ങളുടെ മാലിലേക്ക്. മാല് സമ്പത്ത്, അംവാല് സമ്പത്തുകൾ. അറബിയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ചില വാക്കുകൾക്ക് പ്ലൂരലുണ്ട്. സമ്പത്തുകൾ എന്നും മലയാളത്തിൽ പറയില്ല ശരിക്കും. അറബിയിൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്, മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളങ്ങൾ എന്നാണ്. വെള്ളങ്ങളൊക്കെ കുടിച്ചോന്നവരെ ചോദിക്കുമോ? വെള്ളം കുടിച്ചോന്നല്ലേ ചോദിക്കുകയുള്ളൂ. പക്ഷെ അറബിയിൽ ചില വാക്കുകൾക്ക് പ്ലൂരലുണ്ട്. അതുപോലെ അത് പെട്ടതാണ് അംവാലിക്കും. വലാക്കിൻ, പിന്നെയോ യൻദുറു അല്ലാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, ഖുലൂബ് ഹൃദയത്തിലേക്കാണ്, ഹൃദയങ്ങളിലേക്കാണ്. വഅഅമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ്. റവാഹു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻറ്റിൽ എത്ര ഹദീസ് ഉണ്ടായിരുന്നു? 10 ഹദീസ്, 12 ഹദീസ്. നമ്മൾ 40ലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ 12 ഹദീസുകളുടെ ഒരു സമാഹരണം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ അത് മനഃപ്പാടമാക്കുക. അപ്പോൾ ചിലർ ചോദിക്കും, അർത്ഥം അറിയാതെപ്പോൾ കുഴപ്പമില്ല. അർത്ഥമറിയാതെയാണെങ്കിലും ഹദീസ് മനഃപ്പാടാക്കിയാൽ കൂലി കിട്ടും. അർത്ഥം അറിയണം, നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, ഓർത്തെടുക്കുക. എന്നാലും ആ വരികൾ മുത്തുനബി പറഞ്ഞ വാക്കുകളല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങൾ പറയാത്തൊരു വാക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറ്റാൻ പാടില്ല. തങ്ങൾ പറഞ്ഞ വാക്കിനോട് സമാനമായൊരു വാക്കുകൊണ്ട് തങ്ങൾ പറഞ്ഞ വാക്കിനെ റീപ്ലേസ് ചെയ്യാനും പാടില്ല. എന്താണോ പറഞ്ഞത് അങ്ങനെ പറയണം. അങ്ങനെ മെമ്മറി ഉള്ള ആളുകളാണ് ഹദീസിൻ്റെ റാവിമാരൊക്കെ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നവർ. അതവർക്ക് മെമ്മറി ഉണ്ടോ ഇല്ലേ എന്ന് ബയോഗ്രഫി ഇപ്പുറത്ത് വേറെ പഠിക്കും. ഇമാം ഇബ്നു ഹജർ അസ്കലാനിയെപ്പോലെ, അല്ലാമ ദഹബിയെപ്പോലെ ഇവരൊക്കെ എന്നാൽ ബയോഗ്രഫി പഠിക്കുന്ന ആളുകളാണ്. ആയിരക്കണക്കിന് പേജുകളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ താബിഈങ്ങളും അവരുടെ പിന്മുറക്കാരും അവരുടെ എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, എവിടെ വളർന്നു, എന്തൊക്കെ ചെയ്തു, ഇത് മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ മൂപ്പര് അതിൻ്റെ ഒരാളതിൻ്റെ ഇടയ്ക്ക് കുഴപ്പമുള്ള ആൾ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഹദീസിൻ്റെ മൊത്തം ബലം ബാധിക്കും. 5-6 ആളുകൾ നരേറ്റേഴ്സ് ഉള്ളത്, ഒരു മനുഷ്യൻ ഇച്ചിരി മെമ്മറി കുറവുള്ള ആളാണ്. അപ്പോൾ പറയും ഈ ഹദീസ് ദഈഫാണ്, ഹദീസ് ദുർബലാണ്. എവിടെ ആ ഹദീസ് ഉള്ളതായിരിക്കും, പക്ഷേ ആ നരേറ്റ് ചെയ്ത ആൾ ഒരാൾ നുണ പറഞ്ഞിട്ടുണ്ട് എന്ന് എവിടെയോ അറിയപ്പെട്ട ആളാണ്. ഹദീസ് ദുർബലായിപ്പോയി, ഹദീസ് ദഈഫാണ്. ഹദീസ് ദഈഫാണത് റിപ്പോർട്ട് ചെയ്ത ആൾക്കനുസരിച്ചാണ്. ആ ടെക്സ്റ്റ് ചിലപ്പോൾ സ്വഹീഹായിരിക്കും. ഇതേ ടെക്സ്റ്റ് വേറെ ഒരു ലൈനിലൂടെ വന്നാൽ സ്വഹീഹായിരിക്കും. ഈ ലൈൻ ദഈഫാണെന്ന് പറയും, പക്ഷെ വേറെ റിവായത്തുണ്ട് അത് സ്വഹീഹാന്ന് പറയും. മനസ്സിലായില്ല? ഹദീസ് ദുർബൽ എന്നൊക്കെ പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്ക് ദുർബലാണെന്നല്ല ഒരിക്കലും സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് പറയാണ് ഹദീസ് ദുർബൽ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽ ആരെങ്കിലും, സ്വഹാബി അല്ലാത്ത ആരെങ്കിലും ഒരാൾക്ക്
ജർഹ് സംഭവിച്ചു, ആരെങ്കിലും ഒരാൾക്ക് കുഴപ്പമുണ്ട് എന്ന് ജർഹ് തഅദീലിൻ്റെ ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മെമ്മറി പോയിട്ടുണ്ട്. ചിലർ പറയും മുഖ്തല്ലുൻ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അങ്ങോട്ടും കൺഫ്യൂഷനായി പോകും, പറഞ്ഞ ആ വാക്കും ഈ വാക്കും ഇതായി പോകും, അല്ലെങ്കിൽ മൂപ്പര് പകരം വാക്ക് വെക്കുന്ന ആളാണ്, മെമ്മറി കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ ആഖിറുൽ ഉംറിൽ എത്തിയപ്പം കുറച്ച് അത്തും പിത്തൊക്കെ പറയാൻ തുടങ്ങിയിരുന്നു. ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഹദീസിൻ്റെ ബലാബലം നഷ്ടപ്പെടുന്ന. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പഠിക്കുക. അത് ഹദീസ് ഹിഫ്ള് ചെയ്യുന്നതൊരു പുണ്യമുള്ള കാര്യമാണ്. മഅന നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് ചൊല്ലിക്കോളൂ കേട്ടോ, പഠിക്കുക ഇൻഷാ അല്ലാഹ്. നമ്മുടെ ദുആയിൽ ഇൻഷാ അല്ലാഹ് ഓർക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാഹ്. അൽഹംദുലില്ലാഹിമായ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ ഉടമസ്ഥനും യജമാനനുമായ അല്ലാഹുവേ, ആശകളും ആഗ്രഹങ്ങളും മുറാദുകളും എല്ലാം ഇറക്കി വെക്കാനുള്ള മജ്ലിസാണ് റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ്. ഇതുപോലെയുള്ള ദുആഇൻ്റെയും ദിക്റിൻ്റെയും ഇൽമിൻ്റെയും മജ്ലിസുകൾ അർഹമർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും വിഷയങ്ങൾക്ക് ഖൈറായത് എന്താണ് എന്നറിയുന്ന റബ്ബേ അല്ലാഹു, ഞങ്ങൾക്ക് എല്ലാ ഖൈറും നീ നൽകണമേ തമ്പുരാനെ. എല്ലാ ഖൈറിൻ്റെയും വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു നൽകണേ റഹ്മാനെ. എല്ലാ ഷർറുകളുടെയും വാതിലുകളെ നീ കൊട്ടിയടക്കണമേ തമ്പുരാനെ. ഏതെല്ലാം വഴികളിലൂടെ ഷർറുകൾ വരാമോ, ഷർറുകൾക്ക് സാധ്യതയുണ്ടോ, നിനക്ക് പൊരുത്തമില്ലാത്ത വിഷയങ്ങൾ വരുന്നുണ്ടോ, റഹ്മർ-റഹീമേ, അത്തരം സൗഹൃദ ബന്ധങ്ങളടക്കം, അത്തരം ജോലി സാധ്യതകളടക്കം, അത്തരം വരുമാനങ്ങളടക്കം അല്ലാഹുവേ ഉപകാരപ്പെടാത്ത ഇൽമടക്കം ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന അറിവുകളുണ്ടാകാം. എല്ലാറ്റിൽ നിന്ന് നീ കാവൽ നൽകണമേ തമ്പുരാനെ. വഅഖിമിസ്സലാത്ത ലിദിക്രി, അല്ലാഹുവേ, നിൻ്റെ അബ്ദുകളായ ഞങ്ങളോട് നീ പറഞ്ഞത് നിന്നെ ഓർക്കാനാണ്, അതിനുവേണ്ടിയാണ് നിസ്കാരം. അല്ലാഹു, ഞങ്ങളുടെ നിസ്കാരങ്ങൾ നിനക്ക് ദിക്ർ ചെയ്യുന്ന, നിന്നെ ഓർക്കുന്ന ഇബാദത്താക്കി അല്ലാഹു നീ ഞങ്ങൾക്ക് മാറ്റിത്തരണമേ തമ്പുരാനെ. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലാഹു ഞങ്ങൾ നിസ്കരിച്ചു പോയത് ഒട്ടും ശരിയായിട്ടില്ല എന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ബോധ്യമുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ അർഹമർ-റഹീമീന, കരുണ ചെയ്യുന്നവർ വെച്ച് ഏറ്റവും കരുണാനിധിയാണ് റബ്ബേ. നീ മനുഷ്യന്മാരുടെ ഒരു കരുണ പോലെയുമല്ല റബ്ബേ നിൻ്റെ കരുണ. ഗലബത്ത് റഹ്മതി ഗളബി, എൻ്റെ ദേഷ്യത്തെക്കാളും വലുത് എൻ്റെ കരുണയാണെന്ന് റബ്ബേ നീ നിന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. അല്ലാഹു, നിൻ്റെ കരുണയുടെ വിശാലതയിൽ ഞങ്ങളുടെ എല്ലാ ഇബാദത്തും, നോമ്പും നിസ്കാരവും ഹജ്ജും ഉംറയും ഏതെല്ലാം ഫർളായ കാര്യങ്ങളുണ്ട് റബ്ബേ, അശ്രദ്ധമായിട്ടും വേണ്ട വിധത്തിൽ നിന്നെ ഓർക്കാതെയും ചെയ്തു പോയതൊക്കെ നീ മാപ്പ് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബേ. അപാകതകൾ നീ പരിഹരിക്കണേ പടച്ചവനെ. അതൊന്നും ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്നതായി ഒരിക്കലും മാറ്റരുതേ തമ്പുരാനെ. റഹ്മർ-റഹീമേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ് റബ്ബേ, ഇൽമ് കുറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹു, മറന്നു പോകുന്നവരാണ് പടച്ചവനെ. പൈശാചികമായ ചിന്തകളും ശല്യങ്ങളും വന്നുപെടുന്നവരാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഇബാദത്തുകളൊക്കെ പടച്ചവനെ കഴിഞ്ഞു പോയത് എങ്ങനെയാണെങ്കിലും സ്വീകരിക്കും റബ്ബേ. ഇനി വരാനുള്ളത് നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നിർവഹിക്കാനുള്ള തൗഫീഖും ബോധ്യവും അറിവും ഓർമ്മയും ഒക്കെ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹ്. സ്വലാത്തു മിഖിയാലുൻ, നിസ്കാരം ഒരു അളവ് പാത്രമാണ്. ഫമൻ വഫ വുഫിയല എന്ന് നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അല്ലാഹു അത് പൂർണ്ണമായും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. മുത്തഫിഫീങ്ങളിൽ പെട്ടുപോകാതെ കാക്കണേ റബ്ബേ. അസ്വഉസ്സരിഖ, അല്ലാഹുവേ, നിസ്കാരത്തിൽ നിന്ന് മോഷണം എന്ന് പറഞ്ഞ ആ ഹദീസ് ഞങ്ങൾ ഓർക്കുകയാണ് റബ്ബേ. അത് പൂർണ്ണമായും നിനക്ക് വേണ്ടി നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഖുശൂഅ് നൽകണേ റബ്ബേ. മനസ്സുകൊണ്ട് ചിന്ത നൽകണമേ. നിന്നെക്കുറിച്ച് ഓർക്കുന്ന നിസ്കാരമാക്കണേ റബ്ബേ. അതതിൻ്റെ സമയത്തും ജമാഅത്തിലും പുണ്യമായ സമയത്തും ഔഖാത്തിലും അതിൻ്റെ ഫളായിലുകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണമേ തമ്പുരാനെ. റഹ്മർ-റഹീമേ, ഖൽബ് കൊണ്ട് ഏകാഗ്രത നൽകണേ റബ്ബേ. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നിസ്കാരം യാത്ര ചോദിക്കുന്ന അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യം ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തോന്നിപ്പിക്കണമേ തമ്പുരാനെ. ഇത് ഞങ്ങളും നിസ്കാരം എന്നത് കുഫറും ഈമാനും തമ്മിൽ വേർതിരിക്കുന്ന വിഷയമാണ്. അല്ലാഹുവേ, ഒരിക്കലും നഷ്ടപ്പെടാതെ മരണം വരേക്കും, ബോധം തലയിലുള്ള സമയം വരേക്കും അല്ലാഹു ഒരു നിസ്കാരവും നഷ്ടപ്പെടാതെ നീ കാത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, അതൊക്കെ നീ അർഹിക്കുന്ന പോലെ റബ്ബേ, നിൻ്റെ അളമത്തും നിൻ്റെ മഹത്വവും എന്താണോ അർഹിക്കുന്നത് അതുപോലെ നിൻ്റെ മുമ്പിൽ നിൽക്കാനൊന്നും ഞങ്ങളെ കൊണ്ടായില്ല റബ്ബേ. നീ
ഒരിക്കലും തട്ടിക്കളയരുതേ റബ്ബേ. സ്വീകരിക്കാൻ കനിവുണ്ടാകണേ തമ്പുരാനെ. അപാകതകളെ നീ പരിഹരിച്ച് സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്തുകളും ഒരുപാട് കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ഇനി ചെയ്യാനുള്ള ഭാഗ്യം നൽകണമേ അല്ലാഹ്. അഖിമി സ്വലാത്ത ലിദിക്രി എന്ന് സയ്യിദന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ദുആ താഴ്വരയിൽ വെച്ച് റബ്ബേ നീ സംസാരിച്ചുവല്ലോ. അള്ളാഹുവേ, നിൻ്റെ കലാം ഞങ്ങൾക്ക് കേൾക്കാൻ സ്വർഗ്ഗലോകത്ത് ഭാഗ്യം നൽകണേ റബ്ബേ. നിൻ്റെ പരിശുദ്ധമായ വജ്ഹ് നാളെ കൺനിറയെ കാണാൻ വാദിൽ ലഫീഹിലേക്ക് നീ വിളിച്ചു കൂട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ചേർത്തി തരണേ തമ്പുരാനെ. റഹ്മാൻ റഹീം, ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വജ്ഹ് മനാമിലും യഖ്ളത്തിലും കാണാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, അവിടത്തേക്ക് സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും നിർവഹിക്കാനുമുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മക്കയും മദീനയും 2 ഹറമുകൾ, പരിശുദ്ധമായ അൽ മസ്ജിദുൽ അഖ്സയും അല്ലാഹുവേ, ഈ 3 പുണ്യസ്ഥലങ്ങളിലേക്കും അല്ലാഹുവേ ഇബാദത്ത് ചെയ്ത് അവിടങ്ങളിലൊക്കെ പുണ്യം കരസ്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ നാടിനെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. സമാധാനത്തിലാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, മുഅ്മിനീങ്ങളായ ഒരുപാട് നിൻ്റെ ഇബാദുകൾ അല്ലാഹുവേ വിഷമത്തിലാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണ് റബ്ബേ. എല്ലാ വിഷമങ്ങളും യുദ്ധങ്ങളും പ്രയാസങ്ങളും അല്ലാഹുവേ, പട്ടിണിയും പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും അല്ലാഹുവേ, ദുന്യാവിൻ്റേതായ ഒരുപാട് വിഷമങ്ങളും രോഗികളായവരും പരിക്ക് പറ്റിയവരുമൊക്കെയായി ആയിരക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട് റഹ്മാനെ. അല്ലാഹു അവർക്കൊക്കെ നീ ശമനം നൽകണേ റബ്ബേ, സമാധാനം നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ, ജോലിയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ, ഞങ്ങളുടെ മഈശത്തുകളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ, ഹൃദയത്തിൽ ഖനാഅത്ത് നൽകണേ പടച്ചവനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നൽകണേ റബ്ബേ. നീ തരുന്നതിൽ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്നെക്കുറിച്ചുള്ള തൃപ്തിയും യഖീനും നൽകണേ റഹ്മാനെ. അല്ലാഹു, നീ ഞങ്ങളുടെ മുദ്ഹറിലേക്കോ നീ ഞങ്ങളുടെ കാണുന്ന രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഒന്നുമല്ലല്ലോ റബ്ബേ. നീ നോക്കുന്നത് ഖൽബിലേക്കാണ്. ആ ഖൽബ് നിൻ്റെ നോട്ടം വരുന്ന സ്ഥലമാണ്. അവിടം ഒരാളോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒന്നുമില്ലാതെ ആ സ്ഥലം നിൻ്റെ മഅരിഫത്ത് കൊണ്ട് മഹബ്ബത്ത് കൊണ്ട് നിറക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അശ്ഫി മർദാന വ മർദൽ മുസ്ലിമീൻ അജ്മഈൻ. അല്ലാഹുമ്മ അശ്ഫി മർദാന അല്ലാഹുമ്മ അശ്ഫിഹിം ശിഫാഅൻ ആജിലൻ ലാ യുഗാദിറു സഖമൻ വല അലമ. കിഡ്നി സ്റ്റോണുള്ളൊരു ഉമ്മയെക്കുറിച്ചുകൂടെ കേട്ടു. അല്ലാഹു, ഉമ്മാക്കും അതുപോലെയുള്ള എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹു, വർഹം മൗതാന വ മൗതൽ മുസ്ലിമീൻ അജ്മഈൻ. അല്ലാഹു, പഠിക്കുന്ന മക്കൾക്ക് ഉന്നത വിജയം അവരുടെ എക്സാമിലൊക്കെ നൽകണേ റബ്ബേ. അവർ നിസ്കരിക്കുന്നവരും അല്ലാഹു നിന്നെ അനുസരിക്കുന്നവരും അല്ലാഹുവെ ഇൽമിനെ ബഹുമാനിക്കുന്നവരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുമായി നല്ല മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവെ, ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായി ജോലി നൽകണേ റബ്ബേ. ജോലി സംബന്ധമായ വിസ സംബന്ധമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവർക്ക് റബ്ബേ നീ പരിഹരിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും കുടുംബപരം അല്ലാത്തതുമായ പല വിഷമങ്ങളുള്ളവരായിരിക്കും. വീട് സംബന്ധമായ പ്രയാസമുണ്ടായ കുടുംബത്തിൽ ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കാം. കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ പടച്ചവനെ. വിടാനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ യാ അല്ലാഹ്. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് വലിയ വലിയ പ്രയാസങ്ങളുണ്ട് റഹ്മാനെ. അല്ലാഹു, അതൊക്കെ നീ പരിഹരിക്കണേ തമ്പുരാനെ, പരിഹരിക്കണേ തമ്പുരാനെ, പരിഹരിക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും കച്ചവടത്തിലും ജോലിയിലും തമ്മിൽ എന്തെല്ലാം മുടക്കുകളുണ്ടോ, എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ, ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ടും ഇവിടെ ആമീൻ പറയുന്ന മലായിക്കത്തുൽ കിറാമിൻ്റെ ആമീനിൻ്റെ ബറക്കത്ത് കൊണ്ടും മുഅ്മിനീങ്ങളായ അല്ലാഹുവിടെ ഇരിക്കുന്ന എല്ലാ മുഅ്മിനാത്തുകളുടെയും ബറക്കത്ത് കൊണ്ടും റഹ്മാൻ റഹീമേ, എല്ലാവിധ ശൈത്വാനിയായ അർളിയും ഇൻസിയും ജിന്നിയും സമാവിയുമായ എല്ലാവിധ ഫിത്നകളും ഷർറുകളും തട്ടി ദൂരത്താക്കണേ പടച്ചവനെ. ഈ സദസ്സിലേക്ക് പായസം നേർച്ചയാക്കിയ ബഷീർക്ക അല്ലാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ മുറാദുകളും ഹാസുലാക്കി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും മുറാദുകളെ നീ ഹാസുലാക്കി തരണേ റബ്ബേ. ഈ പരിപാടി ഇപ്പോൾ കേൾക്കുന്നവരും പിന്നീട് കേൾക്കുന്നവരും ഈ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, വരാൻ പറ്റാത്തവർ, നാട്ടിലായിപ്പോയവർ, ഇസ്ലാമിക് സെൻറ്ററിൻ്റെയും സുന്നി സെൻറ്ററിൻ്റെയും KMCCയുടെയും ഒക്കെ പ്രവർത്തകർ, അവരൊക്കെ ഒരുപക്ഷെ പല മീറ്റിങ്ങിലും പല ജോലി തിരക്കിലൊക്കെ ആയിരിക്കാം, സേവനത്തിൽ വ്യാപൃതരായിരിക്കാം, പല തിരക്കിലുള്ള ആൾക്കാരായിരിക്കാം. അവരൊക്കെ സമൂഹത്തിനും ഇൽമിനും നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെയൊക്കെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾക്ക് മരണം നീ നിശ്ചയിക്കുന്ന സമയം ഒരു നല്ല സ്ഥലത്തും ഒരു നല്ല നേരത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ.
അള്ളാഹുടെ ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ, ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. മരിച്ചുപോയ എല്ലാ ബന്ധുമിത്രാദികളും നമ്മൾ ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചവരും പറഞ്ഞവരും ഓർമ്മിപ്പിച്ചവരും അല്ലാത്തവരും അഡ്മിന്മാരോടൊക്കെ ഏൽപ്പിച്ചു പോയ ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെയൊക്കെ ഖബറുകളെ നീ വിശാലമാക്കി സുഗന്ധപൂരിതമാക്കി സ്വർഗം കാണിച്ചു കൊടുത്ത് നീ അള്ളാഹുവെ സന്തോഷിപ്പിക്കണേ. അള്ളാഹ് നാളെ സ്വർഗത്തിൽ കിടക്കുന്ന മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാൻ. ചോദിക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ, അമൽ കാണിച്ചുകൊണ്ട് ഇതിന് പകരം എന്നൊന്നും ഞങ്ങൾക്ക് ചോദിക്കാനില്ല റബ്ബേ. നിൻ്റെ റഹ്മത്ത് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഒന്ന് നന്ദി പറയാൻ പോലും അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞ് വേണ്ട വിധം പറയാൻ പോലും ഞങ്ങളെ കൊണ്ടായില്ല റബ്ബേ. പക്ഷേ സലുല്ലാഹൽ ഫിർദൗസൽ അഅല, അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഉന്നതമായ സ്വർഗത്തിലെ ഉന്നത ലോകം ചോദിക്കണമെന്ന് പഠിപ്പിച്ചത് നിൻ്റെ റസൂലായ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ലിദാ നസ്അലുകൽ ഫിർദൗസൽ അഅല വനഈമഹ, അല്ലാഹുവേ സ്വർഗവും സ്വർഗത്തിലെ ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസും നിന്നോട് ഞങ്ങൾ ആ ഒരു ബലത്തിൽ ചോദിക്കുകയാണ്. ഹബീബിൻ്റെ ഷഫാഅത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിജാഹി വഹഖി നബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ക്ലാസ്സിലെ സബ്ജക്റ്റ് നമ്മുടെ ഈ നിസ്കാരത്തിൻ്റെ വിഷയം ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമല്ലേ, ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. കൊഴിമ്പാട്ടിൽ ചേക്കു വേങ്ങര എന്നിവരുടെ മകൻ മുഹമ്മദ് ജസീം അവരുടെ മരണപ്പെട്ട 40 ഇന്ന്. 19 വയസ്സുള്ള മോനായിരുന്നു മുഹമ്മദ് ജസീം. ആക്സിഡൻറ്റിൽ മരിച്ചു പോയല്ലേ. അള്ളാഹുവെ, ഒരു ആക്സിഡൻറ്റിൽ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയതാണ് ജസീം, മുഹമ്മദ് ജസീം. ആ മോന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ പടച്ചവനെ. അവരുടെ കുടുംബത്തിൻ്റെ മനസ്സിന് സമാധാനം നൽകണേ റബ്ബേ. മുഹമ്മദ് ജസീമിനും അവരുടെ മാതാപിതാക്കൾക്കും ഞങ്ങളെല്ലാവർക്കും കുടുംബത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തെത്താനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ് എല്ലാ ആഴ്ചയും ഉണർത്തുന്നത് പോലെ തന്നെ ഈ വേദിയിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ സുബഹിക്ക് ശേഷം വലിയൊരു സ്വലാത്ത്